Good evening, all. Good evening, sir. Good evening, sir. Sir, good evening, everybody. Good evening, sir. Good evening. Good evening. Good evening. Good evening, sir. Good evening. Good evening. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. പതിവില്ലാതെ ഒരു ശനിയാഴ്ചയിൽ ഒരു ക്ലാസ്. അപ്പൊ നമുക്കറിയാം ഒരു പുതുവർഷം അടുത്ത് വരുമ്പോൾ Good evening, sir. Shivaprasad here. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഓൾ ഗുഡ് ഈവനിങ് ഓൾ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ Good evening, sir. Good evening. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് ഒരിക്കൽ കൂടി ഗുഡ് ഈവനിങ് ഓൾ. മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പരമാവധി മ്യൂട്ട് ചെയ്ത് ശ്രദ്ധിക്കുക. നമുക്കറിയാം ഒരു ശനിയാഴ്ച ഒരു സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യമില്ലാതെ ഇരിക്കില്ല. കാരണം എന്തെങ്കിൽ നമ്മൾ എല്ലാവർക്കും SMTയുടെ എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു എല്ലാ ഓൾഡ് സ്റ്റുഡൻസിനും നമ്മുടെ ബാച്ച് 1 മുതൽ ലാസ്റ്റ് നടന്നിരിക്കുന്ന ബാച്ച് 145 വരെയുള്ള ബാച്ചിലുള്ള എല്ലാവർക്കും ലിങ്ക് അയച്ചിട്ടുണ്ട്. പലരും തിരക്കിലാണ്, പലരും കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉള്ള എല്ലാവർക്കും നല്ലൊരു പുതുവത്സരമായിരിക്കട്ടെ 2025 എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ 2025 നിങ്ങളുടെ ലൈഫിലെ ഇതേവരെയുള്ള പുതുവർഷ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ചൊരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുക മാത്രമല്ല അതിനായിട്ട് പ്രയത്നിക്കുക കൂടി വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പുതുവത്സരം എന്നും നമുക്കൊരു സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ പ്രതീക്ഷകളുടെ ഒക്കെ സമയമാണ് പുതുവത്സരം എന്ന് പറയുന്നത്. ഈ 2025 അങ്ങനെ തന്നെയാണ്. ഇന്നലെ വരെ നടന്ന അവസ്ഥകളിൽ നിന്നെല്ലാം മാറി 2025 പുതിയൊരു നേട്ടങ്ങൾ, പുതിയൊരു ഉയർച്ച നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും സാമ്പത്തിക ജീവിതത്തിലാണെങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളിലാണെങ്കിലും ശരി പുതിയൊരു വളർച്ചയും ഉയർച്ചയും ഈ 2025 എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ SMTയിലെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം നമ്മളുടെ ക്ലാസ്സിന്റെ പ്രത്യേകതകൾ. നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ എല്ലാ മേഖലയിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലക്ഷ്യങ്ങൾ നേടാനും സ്വപ്നങ്ങൾ നേടാനും ആഗ്രഹങ്ങളൊക്കെ നിവൃത്തിയാകാനും എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല ജീവിതത്തിൽ എല്ലായിടത്തും വലിയ ലക്ഷ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ കാണാൻ ഒരിക്കലും മടിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ചെറിയ ലക്ഷ്യങ്ങൾക്കും ചെറിയ നേട്ടങ്ങൾക്കും വേണ്ടി നമ്മുടെ സമയം, ടൈം, മണി, എഫർട്ട് ചെലവഴിക്കരുത്. വലിയ സ്വപ്നങ്ങൾ, വലിയ നേട്ടങ്ങളാവട്ടെ നമ്മളുടെ 2025 ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹം, സ്വപ്നങ്ങൾ. കാരണം നമുക്കറിയാം നമ്മൾ വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇതേവരെ നേടിയ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എത്രത്തോളം ആവശ്യമായിരുന്നു അത്രത്തോളം ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ നേടിയിട്ടുണ്ട്, ഒരു സംശയമില്ല. നമ്മൾ എല്ലാ നേട്ടങ്ങളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ആ നേട്ടങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് സ്വന്തമായിരിക്കുന്നത്, ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ എന്താണ് നമ്മൾ നേടിയിരിക്കുന്നത് തിരിച്ചറിയാനായിട്ട് ആ ലക്ഷ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ സ്വപ്നങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. അതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള പ്രോസസ് അഥവാ അതിനുള്ള ആക്ഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടാവുന്നതാണ്. അപ്പോ അതുപോലെ തന്നെ 2025 നിങ്ങളുടെ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ടാർഗറ്റ് എന്ത് തന്നെ ആവട്ടെ, എത്ര വലുതുമാണ്, സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല ലൈഫിലെ ഏത് വലിയ സ്വപ്നങ്ങളാണെങ്കിലും നമുക്ക് സാധിക്കുമോ എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന സ്വപ്നമാണെങ്കിൽ പോലും നേടിയെടുക്കാനുള്ള ശക്തിയും ശേഷിയും കാഴ്ചപ്പാടും നിങ്ങൾക്കുണ്ട്, ഒരു സംശയം വേണ്ട. കാരണം അതിനുള്ള എല്ലാ ഫൗണ്ടേഷൻസും നമ്മുടെ ക്ലാസ്സുകളിലൂടെ നൽകി പോന്നിട്ടുള്ളതാണ്. അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എന്തുമാണെങ്കിലും ഈ 2025 നേടിയെടുക്കാൻ നിങ്ങൾക്കൊക്കെ സാധിക്കുക തന്നെ ചെയ്യും. അത് എങ്ങനെയാണ് അത് നേടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ അതിനായിട്ട് എങ്ങനെ പ്രയത്നിക്കണം എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് എങ്ങനെ 2025 ഇന്നേ വരെ ഉള്ളതിലെ ഏറ്റവും മികച്ച വർഷമായി നമുക്ക് ഓരോരുത്തർക്കും മാറ്റണം എന്ന ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. അതായത് 2025 നമ്മുടെ എത്രയോ വർഷമായിട്ടുണ്ടാവും, എത്രയോ കാലങ്ങൾ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ടാവും, ഓരോ പുതുവത്സരങ്ങളും ഓരോ വർഷവും നമുക്ക് കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഇതുവരെയുള്ള ഒരു വർഷമായിരിക്കരുത് 2025. എന്നെ കൊണ്ട് കഴിയാവുന്ന പരമാവധി റിസൾട്ട് ഈ 2025 ഞാൻ നേടിയെടുക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, 2025 നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ത് തന്നെയാകട്ടെ അത് നേടിയെടുക്കേണ്ടതിലേക്കുള്ള വഴികളിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കാൻ പോകുന്നത്. അതിനാൽ ആദ്യം തന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, ഇത് പതിവ് പോലെ ഒരു ക്ലാസ് ആയിട്ട് കാണണ്ട, ഇത് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ട,
നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാൻ വേണ്ട ഒരു വർക്ക്ഷോപ്പ് ആയിട്ട് കാണുക ഇന്നത്തെ ഒരു ക്ലാസ്സിന്. അതായത് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ 2025 ഞാൻ നേടിയെടുക്കും. അതിന് ഇപ്പോഴത്തെ അവസ്ഥയോ സാഹചര്യങ്ങളോ ഒന്നും തന്നെ തടയില്ല. അതിനാവശ്യമായ രീതിയിലേക്കുള്ള ഒരു മാറ്റം ഞാൻ എന്റെ ലൈഫിൽ വരുത്തുകയും അങ്ങനെ എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഞാൻ നേടിയെടുക്കുകയും ചെയ്യും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി എന്താണോ 2025 നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്, ഈ സ്വപ്നങ്ങൾ, ഈ ആഗ്രഹങ്ങൾ, ഈ ലക്ഷ്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് എഴുതി വെക്കുക. എപ്പോഴും നിങ്ങളുടെ കൈവശം അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന രീതിയിൽ ഒരു ദിവസം 2, 3, 4 പ്രാവശ്യമെങ്കിലും ഈ നോട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ 2025 ഞാനൊരു പുതിയ വീട് വയ്ക്കും, അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങും, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അതല്ലെങ്കിൽ എന്റെ നിലവിലുള്ള ജോലിയിൽ നിന്നും ഉയർന്ന നിലയിലേക്കുള്ള ഞാൻ ജോലിയിലേക്ക് എത്തും. എത്ര തന്നെ ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ ടാർഗറ്റ്, അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൃത്യതയുള്ള രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം നമുക്കറിയാം, ക്ലാരിറ്റി ഉള്ള ഒന്ന് മാത്രമേ നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ നമ്മൾ നേടിയിട്ടുള്ളൂ. എന്താണോ ക്ലാരിറ്റി ഉണ്ടായിരുന്നത്, വ്യക്തത ഉണ്ടായിരുന്നത്, അത് മാത്രമേ നമ്മുടെ ലൈഫിൽ ഇന്നും നേടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം എല്ലാ കാലത്തെയും പോലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മാത്രമായിട്ട് അവസാനിച്ചു 2024 വരെയുള്ള ഈ വർഷം വരെ. നമുക്ക് 2023 അവസാന ഭാഗത്തും നമ്മൾ ഇതുപോലത്തെ ഒരു ക്ലാസ് നടത്തിയിരുന്നതാണ്. 2023 അവസാന സമയത്തും നമ്മൾ ഇതുപോലെ ക്ലാസ് നടത്തിയിരുന്നതാണ്. അന്നും ഇതുപോലെ ഒരുപാട് സംസാരിച്ചിരുന്നു, നിങ്ങളുടെ 2024 എങ്ങനെയാക്കണം എന്നുള്ളതെല്ലാം. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയും, SMT, ഞാനും തോമസ് സാറും അതുപോലെ തന്നെ നിജിത് സാറും ഉൾപ്പെടുന്ന SMT ടീം അഭിമാനത്തോടു കൂടി തന്നെ പറയും, 2023 കാലഘട്ടത്തിൽ അവസാന മാസത്തെ ഡിസംബറിൽ ഞങ്ങൾ 2024 എന്ത് നേടണമെന്ന് ആഗ്രഹിച്ചോ അതിന്റെ എബോവ് 75% ഞങ്ങൾ നേടിക്കഴിഞ്ഞു. ഞങ്ങൾ ടാർഗറ്റ് ഇട്ടതിന്റെ എബോവ് 75% ഞങ്ങൾ നേടിക്കഴിഞ്ഞു. അതെങ്ങനെ നിങ്ങൾക്കും സാധ്യമാക്കാം? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, സ്വയം പരിശോധിക്കുക. 2023 അവസാന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ലേ? 2024 ഞാൻ ഇങ്ങനെ ആയിരിക്കണം, ഇന്ന നേട്ടങ്ങളെല്ലാം നേടിയിരിക്കണം, ഇന്ന സ്ഥലത്ത് എത്തിയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന ഒരു ടാർഗറ്റിൽ എത്തിയിരിക്കണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നില്ലേ? അത് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചോ ഇല്ലയോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഇനി നേടിയെടുത്തവർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ആക്ഷൻസ്, പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് സംശയമില്ല. നേടിയെടുക്കാൻ കഴിയാത്തവർ സ്വയം ഒന്ന് പരിശോധിക്കുക. ഈ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഈ ആഗ്രഹങ്ങൾ, ഈ 2024 ലക്ഷ്യങ്ങൾ നേടാനായിട്ട് തെറ്റിയിട്ടില്ല. 2024 തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. 2023 ഡിസംബറോട് കൂടി നമ്മൾ എടുത്ത തീരുമാനം 2024 ലക്ഷ്യങ്ങൾ നേടാനായിട്ട് ഞാൻ എന്തൊക്കെ ആക്ഷൻസ് എടുത്തു, എന്തൊക്കെ ഞാൻ പ്രവർത്തിച്ചു എന്ന ചോദ്യം സ്വയം ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് 2024 ഞാൻ ലക്ഷ്യമിട്ടതെല്ലാം എനിക്ക് നേടാൻ കഴിയാതെ പോയത് എന്നുള്ളതിന്റെ ഉത്തരം നമ്മളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. പക്ഷേ 2025 ഇത്തരം ഒരു ഉത്തരമല്ല നമുക്ക് വേണ്ടത്. 2025 അവസാനിക്കുന്നതിന് മുമ്പേ നമ്മൾ ഓരോരുത്തരും ലക്ഷ്യമിട്ടിരിക്കുന്ന ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം, നമ്മളുടെ സ്വപ്നങ്ങൾ നിറവേറ്റിക്കൊണ്ട് അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് 2025 ഡിസംബറിന് മുമ്പേ നമ്മൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം. കാരണം ആ പ്ലാനിങ് നമുക്ക് അപാരമായിട്ടുള്ള കോൺഫിഡൻസ് നൽകും. കാരണം 2025 നമ്മൾ ലക്ഷ്യമിട്ട ഒട്ടുമിക്ക കാര്യങ്ങളും നേടാൻ കഴിഞ്ഞു എന്ന് നമുക്ക് സ്വയം ബോധ്യമാകുമ്പോൾ അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്യാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും നമ്മൾ പൂർവാധികം ഊർജ്ജസ്വലരായിരിക്കും. ഒരു സംശയമില്ല. കാരണം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ അച്ചീവ്മെന്റ് ഉണ്ടോ അതിനുശേഷമുള്ള ഓരോ ടാർഗറ്റും നമ്മളെ വളരെ വളരെ ആനന്ദിപ്പിക്കുകയും വളരെ ഈസി ആയിട്ട് നമുക്കത് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് 2025 നിങ്ങൾ ഓരോരുത്തരും ലക്ഷ്യമിടുന്നത്? ഈ ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് വ്യക്തമായിട്ടൊരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. 2025 എനിക്ക് ഇന്ന നേട്ടങ്ങളാണ് വേണ്ടത്, ഇന്ന രീതിയിലാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്, ഇന്ന അച്ചീവ്മെന്റ് ആണ് ഞാൻ നേടാൻ ആവശ്യമുള്ളത്. ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മാറ്ററേ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ എന്റെ അവസ്ഥ എന്താണ്, എന്റെ സാഹചര്യങ്ങൾ എന്താണ്, എന്റെ കണ്ടീഷൻ എന്താണ്, ഇതൊന്നും മാറ്ററേ അല്ല. ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു വജ്രായുധം നിങ്ങളുടെ കൈവശമുണ്ട്. അത് തോമസ് സാർ നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയോ സാഹചര്യങ്ങളോ എന്ത് തന്നെയാവട്ടെ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു വജ്രായുധം നമ്മുടെ കയ്യിലെ വശം എല്ലാവരുടെയും കൈവശമുണ്ട്. അത് ഉപയോഗിക്കാൻ മാത്രം നമ്മളൊന്ന് പരിശീലിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചോളം ആദ്യം 2025 ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ആ ടാർഗറ്റിലേക്ക് എത്താൻ ആവശ്യമായ ബ്ലൂ പ്രിന്റ് റെഡി ആക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഈ ബ്ലൂ പ്രിന്റിൽ നമ്മളുടെ ഇന്ന ടാർഗറ്റ്, ഇന്ന ലക്ഷ്യങ്ങൾ നേടാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്
വ്യക്തത ഉണ്ടായിരിക്കണം. ഒരു സംശയം വേണ്ട. സ്വപ്നങ്ങൾ മാത്രം പോരാ. ഈ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള, ഈ ആഗ്രഹങ്ങളിലേക്ക് എത്താനുള്ള വഴി ക്ലിയർ ആയിരിക്കണം നമ്മുടെ മുമ്പിൽ സംബന്ധിച്ചിടത്തോളം. വളരെ വ്യക്തതയുള്ള വഴിയിലൂടെ, ഈ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയും എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് 2025 അത്യാവശ്യമാണ്. ഈ ബ്ലൂ പ്രിന്റിലൂടെ എങ്ങനെ സഞ്ചരിക്കണം, അതായത് ടാർഗറ്റ് എങ്ങനെ സെറ്റ് ചെയ്തതിനു ശേഷം, എല്ലാവർക്കും അറിയാവുന്നതാണ്, ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓരോരുത്തരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിലേക്കുള്ള ബ്ലൂ പ്രിന്റ്, എങ്ങനെയാണ് ഈ ടാർഗറ്റ് ചെയ്യുന്നത്? ഉദാഹരണത്തിന്, ഞാനിപ്പോ ഏതെങ്കിലും ജോലിയിലൂടെ, ബിസിനസ്സിലൂടെ ഞാൻ ഈ വർഷം 2024 ഒരു മാസം ശരാശരി 1 ലക്ഷം രൂപ ഏൺ ചെയ്തത് എന്ന് സങ്കല്പിക്കുക. 2025 ഒരു വർഷം, ഒരു മാസം 2025 ഒരു മാസം ആവറേജ് 3 ലക്ഷം വെച്ച്, 1 ലക്ഷമാണ് ഞാൻ നേടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആവറേജ് 3 ലക്ഷം വെച്ച് 12 മാസം കൊണ്ട് ഇത്രയും എമൗണ്ട് നേടാൻ എനിക്ക് സാധിക്കണം. അതാണ് എന്റെ ലക്ഷ്യമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ബ്ലൂ പ്രിന്റ് ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. തീർച്ചയായിട്ടും അതിന് മറ്റ് സപ്പോർട്ടുകളൊക്കെ ആവശ്യം വരും. അതൊക്കെ നമുക്ക് വഴിയെ വരാം. അപ്പൊ ഈ ബ്ലൂ പ്രിന്റ് റെഡിയാക്കിയതിനു ശേഷം ഇതാണ് നമ്മളുടെ പാത. ഈ പാത വെട്ടി സഞ്ചരിക്കരുത്. ഈ വഴി വെട്ടി അല്ലെങ്കിൽ ഈ വഴി തെറ്റിപ്പോകരുത്. ഈ വഴിയിലൂടെ സഞ്ചരിക്കണം. വിശ്രമിക്കാം. ക്ഷീണം തോന്നുമ്പോൾ വിശ്രമിക്കാം. ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരൽപ്പം കാത്തിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ തളർച്ച തോന്നുമ്പോൾ നമുക്കൊരൽപ്പം വെയിറ്റ് ചെയ്യാം. പക്ഷെ ഒരു കാരണവശാലും വഴി മാറിപ്പോകരുത്. വഴി മാറിപ്പോകുന്നതാണ് നമ്മളുടെ ലക്ഷ്യം. അതായത് വഴി മാറിപ്പോകുന്നത് എപ്പോഴാണെന്ന് നമ്മൾ തോമസ് സാർ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ലക്ഷ്യം കണ്ണിൽ നിന്ന്, ടാർഗറ്റ്, നമ്മുടെ സ്വപ്നങ്ങൾ കണ്ണിൽ നിന്ന് മാറി പോകുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ നോട്ടം വഴി മാറുമ്പോഴാണ് നമ്മൾ വഴി മാറിപ്പോകാൻ ഇടവരുന്നത്. അപ്പോൾ ഈ വഴി മാറിപ്പോകാതിരിക്കാനാണ് നമ്മൾ ഈ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കേണ്ടത്. എങ്ങനെയാണ് നമ്മളുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടത് എന്നുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കേണ്ടത്. ഈ ബ്ലൂ പ്രിന്റിലൂടെ ഓരോ ദിവസവും 2025 ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഏതൊരാൾക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ബുദ്ധിമുട്ടില്ല. നമ്മളുടെ ലൈഫിൽ 2023 ഡിസംബറിൽ 2024 ആവശ്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തപ്പോൾ നമുക്കത് ആഗ്രഹമുണ്ടായിരുന്നു, ആവശ്യമുണ്ടായിരുന്നു, നേടണം എന്നുള്ള ആ ഒരു വാശി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം 2024 എന്ന ഈ അവസാനിക്കാൻ പോകുന്ന വർഷത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞോ? ഇതുപോലെ ആകരുത് 2024 അവസാനം ഈ ഡിസംബർ 28-ാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ ഈ ഡിസംബർ 31-ാം തീയതിക്കുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടാർഗറ്റ് 2025 നമ്മളുടെ അവസാനവും ഇങ്ങനെ ഒരു ചിന്തകളിലേക്ക്, ഞാൻ ടാർഗറ്റ് സെറ്റ് ചെയ്തിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് എത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നല്ലോ, എനിക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്നൊരു ബുദ്ധിമുട്ടും, അതല്ലെങ്കിൽ ഒരു കുറ്റബോധവും, അതല്ലെങ്കിൽ ഒരു ലക്ഷ്യപ്രാപ്തി നേടാതെ ഇരിക്കുന്നുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും നമ്മൾ ഒരിക്കലും അനുഭവിക്കരുത്. എന്താണോ ലക്ഷ്യമിട്ടത് നേടിയേ മതിയാകൂ. അതിനുള്ള വഴികളാണ് ഈ ഓരോ ദിവസവും എങ്ങനെ നമ്മളുടേതാക്കി മാറ്റാം എന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ നമ്മുടെ ഇപ്പോൾ ഉള്ള 130 പേരിൽ പലരും പല ബാച്ചുകളിലുള്ളവരുണ്ടാവും. നമ്മുടെ 1ാമത്തെ ബാച്ച് മുതൽ ഈ 145-ാമത്തെ ബാച്ച് വരെയുള്ള പല ബാച്ചുകളിലുള്ളവരുണ്ടാവും. ഇതിൽ കുറച്ചധികം പേർക്ക്, എന്നാൽ വളരെ കൂടുതൽ ആളുകൾക്ക് കിട്ടാത്ത ഒരു ടോപ്പിക് ഉണ്ട്. ട്രാൻസ്ഫോർമേഷൻ സെഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. പലർക്കും അത് കിട്ടിയിട്ടുള്ളതാണ്, പലർക്കും അത് കിട്ടിയിട്ടില്ല. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയോ സാഹചര്യങ്ങളോ എന്തുമാവട്ടെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷമാണ് ഈ കഴിഞ്ഞ വർഷം ഞാൻ ശരാശരി ഒരു മാസം നേടിക്കുകയെങ്കിൽ അടുത്ത വർഷത്തേക്ക് എനിക്ക് ശരാശരി ഒരു മാസം 3 ലക്ഷമാണ് നേടേണ്ടതെങ്കിൽ, അങ്ങനെ ഇരട്ടിയധികം ടാർഗറ്റ് ഞാൻ ഉന്നമിടുന്നുവെങ്കിൽ, ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നേടേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സെഷന്റെ ഭാഗമായിട്ട് കുറച്ച് ബാച്ചുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴികളിലൂടെ തന്നെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ളത്. ഒരു പക്ഷേ നമ്മളുടെ ഫാമിലിക്കും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കോ, മക്കൾക്കോ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ, സഹോദരങ്ങൾക്കോ കൂടി ഇമ്പോർട്ടന്റ് ആയിരിക്കും. മറ്റൊരാൾക്കും നിങ്ങളത് നേടണമെന്ന്, നിങ്ങളത് സ്വന്തമാക്കണമെന്ന് ഒരാവശ്യമില്ല എന്നുള്ളത് തിരിച്ചറിയണം. അതായത് എന്റെ സ്വപ്നങ്ങൾക്കും എന്റെ ലക്ഷ്യങ്ങൾക്കും എന്റെ ആവശ്യങ്ങൾക്കും വേണ്ടി ഞാൻ മാത്രമേ പ്രയത്നിക്കാനുള്ളൂ, ഞാൻ മാത്രമേ പ്രവർത്തിക്കാനുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യബോധം തിരിച്ചറിയാം. അതിനുശേഷം നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഇന്നത്തെ, ഒരു മാസത്തെ, ഒരു വർഷത്തെ, ഒരു ദിവസത്തെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയണം. അത് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു വർഷത്തെ എന്റെ മൂല്യം എത്രയാണ്, എന്റെ വില എത്രയാണെന്ന് കണ്ടെത്താൻ പഠിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ എന്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടതെന്നും
ഈ കഴിഞ്ഞ വർഷം നേടിയതിന്റെ ഇരട്ടിയിലധികം ഈ വർഷം, ഈ വരാൻ പോകുന്ന വർഷം ഞാൻ നേടണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് എങ്ങനെ ഓരോ ദിവസത്തെ നമ്മൾ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ നമ്മുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സെഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ഈ വരുന്ന 2025 ജനുവരി 1 മുതൽ എന്തിന് നാളെ മുതൽ ഈ 2024 ഡിസംബർ 29 ഞായറാഴ്ച മുതൽ അതിനായി പ്രവർത്തിക്കണം. കാരണം ഒരിക്കലും മറ്റൊരു ദിവസത്തേക്ക് വെച്ച് നല്ലൊരു ദിവസം തുടങ്ങാം എന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും തുടങ്ങലുണ്ടാവില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷമാണ് നല്ല ദിവസം, നല്ല സമയം. കാരണം ഈ നിമിഷം നമ്മളിപ്പോ അതിനുവേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ നല്ല ദിവസം, നല്ല സമയം. അത് മാത്രമല്ല, നമുക്കറിയാം, തോമസ് സാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, 100 വർഷം ജീവിച്ചിരുന്നാൽ എത്ര കാലമുണ്ട് ഇനി അങ്ങോട്ട്. നമ്മളുടെ ജീവിതത്തിൽ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ ഇനി അങ്ങോട്ട് എത്ര ദിവസമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ ലക്ഷ്യങ്ങൾക്ക്, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കരുത്. ഒരു ദിവസം പോലും പ്രവർത്തിക്കാതിരിക്കരുത്. പ്രവർത്തിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ വേണ്ട, ഇന്നൊരു ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി വിട്ടോ. നാളത്തെ ദിവസം മുതൽ നിങ്ങൾ 2025 ഇന്നേ വരെയുള്ള വലിയ, അല്ലെങ്കിൽ ഇന്നേ വരെയുള്ളതിനേക്കാൾ ഏറ്റവും വലിയ നേട്ടമുള്ള ഒരു വർഷമാക്കി മാറ്റാൻ നാളെ മുതൽ പ്രവർത്തിച്ചു തുടങ്ങുക. ഓരോ ദിവസത്തെയും പ്രൊഡക്റ്റീവായി, ഏറ്റവും ഗുണകരമായി, ഏറ്റവും ഫലപ്രദമായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം. നമുക്കറിയാം, നമ്മളുടെ ഒരു വർഷത്തെ എങ്ങനെ ഡിസൈൻ ചെയ്യണം നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ല, ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ടുള്ള ജോലികളോ എനിക്ക് വരുമാനം കൊണ്ടുതരുന്ന മാർഗങ്ങൾക്കോ വേണ്ടിയിട്ടല്ല. ഇനി അങ്ങോട്ട് ഒരു ദിവസം, നമുക്കറിയാം, ആഴ്ചയിൽ 5 ദിവസം, ഒരു ദിവസം ശരാശരി 4 മണിക്കൂർ വീതം നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടി, നമ്മളുടെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രയത്നിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ നമുക്കത് നേടിയെടുക്കൽ എളുപ്പമല്ല എന്ന് നമ്മൾ പല ക്ലാസ്സുകളിലൂടെ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ മുതൽ, ഈ വരുന്ന ഞായറാഴ്ച അല്ലെങ്കിൽ ഈ നാളത്തെ 29-ാം തീയതി നാളെ മുതൽ നമ്മൾ ഓരോ ദിവസവും, ആഴ്ചയിൽ ഏറ്റവും ചുരുങ്ങിയത് 5 ദിവസമെങ്കിലും, 6 ദിവസം പറ്റിയാൽ ഏറ്റവും നല്ലത്, ഒരു ദിവസം ഫാമിലിക്കും മറ്റ് നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടി വിട്ടേക്ക്. ആഴ്ചയിൽ 5 or 6 ദിവസമെങ്കിലും, നമുക്കറിയാം ഒരു ദിവസം 24 മണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട്. 8 മണിക്കൂർ നമ്മുടെ വിശ്രമത്തിന് വേണ്ടി ചെലവഴിക്കുക. 8 മണിക്കൂർ നമ്മൾ റെഗുലർ ആക്ടിവിറ്റീസ്, അത് വരുമാനം കൊണ്ട് തരുന്ന ജോലിയാവട്ടെ, ബിസിനസ് ആവട്ടെ, എന്തുമാവട്ടെ, അതിന് വേണ്ടി ചെലവഴിക്കുക. എന്നാലും ബാക്കി 8 മണിക്കൂറുണ്ട്. അതിൽ 4 മണിക്കൂറോളം നമ്മൾക്ക് വേണ്ടിയിട്ടും, നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും, നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും, നമ്മുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടും, നമ്മുടെ ദിവസമുള്ള ദിനചര്യകൾക്ക് വേണ്ടിയിട്ടും മാറ്റിവെച്ചോ. ബാക്കിയുള്ള 4 മണിക്കൂർ, അതായത് 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടിയിട്ടും ആവശ്യത്തിനുള്ള ഉറക്കം ഉണ്ടാവും. ബാക്കി 8 മണിക്കൂർ നമ്മളുടെ ഇപ്പോഴത്തെ വരുമാനം നേടിത്തരുന്ന പ്രവൃത്തിക്ക് വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടിയിട്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ടും. ബാക്കിയുള്ള 8 മണിക്കൂറും 4 മണിക്കൂർ നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മളുടെ ഭക്ഷണം കഴിക്കുന്നതിന്, കുളിക്കുന്നതിന്, നമ്മുടെ എക്സർസൈസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം. പക്ഷേ ഇനിയുള്ള 4 മണിക്കൂർ നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടി സെറ്റ് ചെയ്യാത്ത ഒരാൾക്കും നമ്മളുടെ ലൈഫിലെ നമ്മളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം, നമ്മളെ ആശ്രയിച്ച് നമ്മളുടെ ഫാമിലി ഉണ്ട്, മറ്റനേകം പേരുണ്ട്. ഇവരുടെ സുഖകരമായ ജീവിതത്തിന് വേണ്ടി ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, ജോലിയാവട്ടെ, ബിസിനസ് ആവട്ടെ, അത് മുന്നോട്ട് പോയേ മതിയാകൂ, സംശയമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞുള്ള 4 മണിക്കൂർ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും 2025 നിങ്ങളുടേതായിട്ട് എങ്ങനെ മാറും എന്നുള്ളത്. അപ്പോൾ ഈ 4 മണിക്കൂർ വീതം നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചേ മതിയാവൂ. എങ്കിൽ മാത്രമേ ഇതുവരെ കഴിഞ്ഞതുപോലെ അല്ലാതെ 2025 നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ചൊരു വർഷമായിട്ട് മാറും. അപ്പോൾ ഒരാഴ്ചയിൽ ശരാശരി 5 അല്ലെങ്കിൽ 6 ദിവസം നിങ്ങൾ ചെലവഴിക്കുന്ന, ഭാവിക്ക് വേണ്ടി ചെലവഴിക്കുന്ന 4 മണിക്കൂറാണ് നിങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്ന് സെറ്റ് ചെയ്യുന്നത്. അതെങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇതിന് ശേഷം ഈ പ്രവൃത്തി നിങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 നിങ്ങളുടേതായി മാറും, ഒരു സംശയമില്ല. അപ്പോൾ നമുക്കറിയാം, ഇനി അങ്ങോട്ട് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ തീരുമാനിക്കുന്നു. എന്റെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സൊസൈറ്റിയോ അതല്ലെങ്കിൽ, കാരണം നിങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയാൻ ഒരു വ്യക്തമായ കാരണമുണ്ട്. ബ്രെയിൻ ഹാക്കിംഗ് എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് നിങ്ങൾ ഓരോരുത്തരും. ബ്രെയിൻ ഹാക്കിംഗ് എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ, ചിന്തകളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ സ്വയം അനുഭവിച്ചറിഞ്ഞ വ്യക്തികളാണ്. നിങ്ങൾ ഓരോരുത്തരും
നിങ്ങളുടെ മനസ്സിന്റെ ശക്തി എന്താണെന്ന് സ്വയം അനുഭവിച്ചറിഞ്ഞ വ്യക്തികളാണ്. അതുപോലെ തന്നെ ബ്രെയിൻ ഹാക്കിംഗ് എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാണ്. കാരണം ബ്രെയിൻ ഹാക്കിങ്ങിന് ഇരയാണ് നമ്മൾ ഓരോരുത്തരും. ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം, പക്ഷെ അതിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതാണ് ബ്രെയിൻ ഹാക്കിംഗ്. മറ്റുള്ളവരുടെ വാക്കുകളും മറ്റുള്ളവരുടെ ചിന്തകളും നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ നിമിഷം മുതൽ 2025 ഇനി എന്റെ മനസ്സിനെ ഹാക്ക് ചെയ്യാൻ, എന്റെ ബ്രെയിനിനെ ഹാക്ക് ചെയ്യാൻ ഒരാളെയും ഞാൻ അനുവദിക്കില്ല. എന്റെ ലക്ഷ്യത്തിലായിരിക്കും എന്റെ മനഃശക്തി, എന്റെ മൈൻഡ് പവർ, എന്റെ ചിന്തകൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തീരുമാനിച്ചുറപ്പിക്കാം. ഞാൻ 2025 ഇന്നത് നേടണം എന്നാണ് എന്റെ ആഗ്രഹമെങ്കിൽ ലക്ഷ്യത്തിലായിരിക്കും. ഈ നേട്ടം നേടാനായിരിക്കണം എന്റെ 2025 ഓരോ ദിവസവും, അല്ലെങ്കിൽ ഓരോ മിനിറ്റും, അതല്ലെങ്കിൽ ഓരോ മണിക്കൂറും എന്റെ ലക്ഷ്യത്തിലായിരിക്കണം എന്റെ ചിന്തകൾ ഫോക്കസ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക. ലക്ഷ്യത്തിൽ നിന്നും എപ്പോഴാണോ വ്യതിചലിക്കുന്നത്, നമ്മുടെ കണ്ണിൽ നിന്ന് എപ്പോഴാണോ മാറുന്നത്, അപ്പോഴാണ് നമുക്ക് വഴി തെറ്റുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താണോ ലക്ഷ്യമിടുന്നത് അതിലേക്കായിരിക്കണം ചിന്തകളുടെ എണ്ണം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരിക്കലും വഴി മാറേണ്ടി വരില്ല. അതുപോലെ തന്നെ ഒരു ദിവസം ശരാശരി 4 മണിക്കൂറെങ്കിലും, ആഴ്ചയിൽ 5-6 ദിവസമെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇതുവരെ നമ്മൾക്ക് നേട്ടം നേടാതിരുന്നതിന്റെ, നമ്മൾ ആഗ്രഹിച്ച സ്വപ്നങ്ങളൊന്നും ആഗ്രഹിച്ച സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടാത്തതിന്റെ പ്രധാന റീസൺ നിങ്ങൾക്കറിയാം. അതിനുവേണ്ടി എന്ത് ഞാൻ പ്രവർത്തിച്ചു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് സത്യമായിട്ട് അറിയാം. കാരണം വെച്ചാൽ അത്രയൊന്നും ഞാൻ കാര്യമായിട്ട് പ്രവർത്തിച്ചില്ല, എന്റെ സാഹചര്യം അങ്ങനെയല്ലായിരുന്നു, എന്റെ അവസ്ഥ അങ്ങനെയല്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്ന, ബാക്കി പറയുന്നില്ല. ഇനി അങ്ങോട്ട് 4 മണിക്കൂർ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കാൻ തയ്യാറാകുന്നു. ഫ്യൂച്ചർ നിങ്ങൾ ആഗ്രഹിച്ച പോലെ, നിങ്ങൾ ലക്ഷ്യമിട്ടതുപോലെ തന്നെ നടക്കും. അതുപോലെ തന്നെ നമ്മളുടെ ക്ലാസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ SMTയുടെ കാര്യം, ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് 2025 കൃത്യമായിട്ടുള്ള ഒരു മിഷനും വിഷനും ഉണ്ട്. 2025 ഇന്ന രീതിയിൽ എത്തണം എന്നുള്ള പ്ലാൻ. അതിന്റെ ആക്ഷൻ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റെഗുലർ ക്ലാസ്സുകളുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നതിന്റെ എണ്ണം പരമാവധി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ട്രെയിനിങ് പ്രോഗ്രാമുകളിലേക്ക് കടക്കുന്നു. അതുമാത്രമല്ല ഞങ്ങളുടെ പേഴ്സണൽ ട്രേഡിങ്ങിലും, അതുപോലെ തന്നെ പേഴ്സണൽ ട്രേഡിങ്ങിലേക്കൊക്കെ ഫോക്കസ് ചെയ്യേണ്ട പദ്ധതികളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ 2025 എന്ത് ചെയ്യണം എന്നുള്ളത്, ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബ്ലൂ പ്രിന്റോട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അത് ലക്ഷ്യം നേടുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. കാരണം 2023 പ്ലാൻ ചെയ്തതിന്റെ എബോ 75% ഞങ്ങൾ നേടിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് 2025 ഞങ്ങൾ സ്വപ്നം ഇട്ടതുപോലെ തന്നെ, ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരിക്കും നേടാനുള്ള എല്ലാ സാധ്യതകളും. അതിന് തടസ്സം നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് തൽക്കാലം പറയേണ്ടി വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനഃശക്തിയുടെ പവർ എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒന്ന് നമ്മുടെ മൈൻഡിന്റെ, മറ്റൊന്ന് നമ്മളുടെ ബ്രെയിൻ ഹാക്കിങ്ങിന് ഇരയാകാതിരിക്കുക. മൂന്നാമത്തതൊന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം നമ്മളുടെ ലൈഫിൽ ചിന്തകളുടെ പവറും അതുപോലെ തന്നെ ബ്രെയിൻ ഹാക്കിങ്ങിന് ഇരയാകാതിരിക്കേണ്ടതിന്റെ ആവശ്യകതയും, അതുപോലെ തന്നെ നമ്മളുടെ മൈൻഡ് സെറ്റിൽ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുകയും ഒരു ദിവസം 4 മണിക്കൂറെങ്കിലും നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് സ്വപ്നവും എന്ത് ലക്ഷ്യവും സാധ്യമാണ്. കാരണം അതൊക്കെ നമ്മൾ ഒരുപാട് നേടിയിട്ടുള്ളതാണ്. നിങ്ങൾ എന്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുവോ അത് നേടാതെ പോയിട്ടുണ്ടാവില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും നമ്മളെ തോമസ് സാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി, ലക്ഷ്യങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങളുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചുവോ എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾക്കെല്ലാം ഒരു കാലം വരെ ഒരു ആൻസറേ ഉണ്ടായിരുന്നുള്ളൂ, നോ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നോ എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ടും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കും. കാരണം ഞങ്ങൾക്കറിയാം ഇനിയുള്ള ജീവിതകാലം ഇത്ര ദിവസങ്ങളെ ബാക്കിയുള്ളൂ, അതിൽ കളയാൻ ഒരു മിനിറ്റ് പോലും ബാക്കിയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ 2025 നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും പ്രവർത്തികമാക്കാൻ വേണ്ടി നമ്മുടെ SMTയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്പെഷ്യൽ ക്ലാസ് കൂടെ പ്ലാൻ ചെയ്യുന്നു. മൈൻഡ് സെറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള, അതായത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാം വർക്ക്ഷോപ്പ് ഒന്ന് പ്ലാൻ ചെയ്യുന്നു. അതായത് റീപ്രോഗ്രാം വർക്ക്ഷോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും മറികടന്ന്, അല്ലെങ്കിൽ പുറത്ത് കടന്ന് എങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യങ്ങളും ടാർഗറ്റുകളും അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു 1 ഡേ വർക്ക്ഷോപ്പ് പോലും നമ്മൾ അടുത്ത മാസം മുതൽ, ജനുവരി മുതൽ പ്ലാൻ ചെയ്യുന്നു. ജനുവരി 18-ാം തീയതിയാണ് ഫസ്റ്റ് ക്ലാസ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിന്റെ മെസ്സേജുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ടാവും. പതിവ് പോലെ തന്നെ
SMTയുടെ സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടിയായിരിക്കും മൈൻഡ് സെറ്റ് റീപ്രോഗ്രാം വർക്ക്ഷോപ്പ് ആരംഭിക്കുന്നത്. അതായത് നമ്മുടെയൊക്കെ പ്രശ്നം, നമ്മൾ ഇന്നും എന്നും നമ്മളുടെ ഭയം കംഫർട്ട് സോണിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. ഭയം എന്നുള്ള വാക്ക് പറയാൻ തന്നെ കാരണം പുതിയ പരീക്ഷണങ്ങൾ നടത്താനും പുതിയ ഒന്നിലേക്ക് കാലെടുത്ത് വെക്കാനും നമ്മളെ തടസ്സം നിൽക്കുന്നത് നമ്മളുടെ ഭയം, ഫിയറാണ്. അതായത് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുമോ, ഇപ്പോഴുള്ള സുഖകരമായ അവസ്ഥ ഇല്ലാതാകുമോ എന്നുള്ള കംഫർട്ട് സോണാണ് നമ്മളുടെ എല്ലാ തടസ്സങ്ങളുടെയും കാരണം. നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്തതും ഈ കംഫർട്ട് സോണാണ്. വരുന്നിടത്ത് വെച്ച് കാണാം. കാരണം ഈ സാഹചര്യം ഞാൻ ഉദാഹരണത്തിന് ട്രെയിനിങ് പ്രോഗ്രാമുകൾ എന്നൊരു പ്രോഗ്രാം ഇല്ലാതെയായാൽ ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകണ്ടേ, അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മേഖല ഇല്ലാതെയായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണ്ടേ. അപ്പോ നമ്മൾ ഒന്നിനും ഒരു കംഫർട്ട് ആയിട്ടിരിക്കരുത്. പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അതിൽ നമ്മളുടെ കഴിവ് തെളിയിക്കാനും അവിടെ നമ്മൾ സ്കിൽഡ് ആവാനും അവിടെ നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും പരിശ്രമിക്കണം. അതിന് തടസ്സം നിൽക്കുന്ന ഏക ഘടകം നമ്മുടെ കംഫർട്ട് സോണാണ്. ഈ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ടാർഗറ്റിലേക്ക്, പുതിയൊരു ലക്ഷ്യത്തിലേക്ക്, പുതിയൊരു ഒരു ലൈഫ് സെറ്റ് ആവേണ്ടത്, ലൈഫിന്റെ വളർച്ചയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നൊക്കെയാണ് ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഇനിയുള്ള ഈ നാളെ മുതലുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി 4 മണിക്കൂറെങ്കിലും പ്രയത്നിക്കുക. 2025 നിങ്ങളുടേതായി മാറും, ഒരു സംശയമില്ല. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ തോമസ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സാറേ പ്ലീസ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. സന്തോഷ് സാറ് അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യണമെന്ന് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിപ്പിക്കാൻ മാത്രം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചോദ്യത്തോടെ ആരംഭിക്കുകയാണ്. അതില് പല ബാലിശമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നല്ല അറിവുള്ള ആളുകൾ നമ്മളൊപ്പം ഉണ്ട്. നല്ല അറിവും നല്ല ചിന്താശേഷി ബുദ്ധിവൈഭവമുള്ള ആളുകളുണ്ട്. അവർക്കത് കേൾക്കുമ്പോൾ ബാലിശമായി തോന്നുന്നത്. കാരണം എല്ലാവർക്കും ഇന്നൊരു ദിവസം നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കേണ്ടതുണ്ട്. അപ്പൊ വളരെ ബാലിശമായ ഭൂരിപക്ഷം ആളുകൾക്കും അറിയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ ഇന്റലക്ച്വലി അപ്പർ ക്ലാസ് ആയ ആളുകൾക്ക് പക്ഷെ അത് ബാലിശമായി തോന്നിയേക്കാം. അതുപോലെ ചിലപ്പോൾ കുറച്ച് ഗഹനമായ കാര്യങ്ങൾ പറയുമ്പോൾ അത്രയും ചിന്തിച്ചിട്ടില്ലാത്ത, നമ്മൾ ചിന്താശേഷി ഇല്ലാത്തതുകൊണ്ടല്ല, അത് ചിന്തിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ മൈൻഡ് കൊടുത്തിട്ടില്ലാത്ത ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, വിഷമിക്കാൻ വേണ്ട. ജസ്റ്റ് കേട്ട് പോവുക. ഇന്ററാക്ട് ചെയ്യേണ്ട സമയത്ത് ഇന്ററാക്ട് ചെയ്യുക. ഞങ്ങൾ ഒരു ചോദ്യത്തോടെ ആരംഭിക്കാമെന്ന് കരുതുകയാണ്. ജസ്റ്റ് ഒരു ബാലിശമായ ചോദ്യം. കാശ്, പണം, ഞങ്ങൾ പാലക്കാട് ഭാഷയാണ് കാശ്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. കാശ് നല്ലതാണോ ചീത്തയാണോ? പലപ്പോഴും മുൻപ് ചോദിച്ചിട്ടുള്ളത്, ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എങ്കിൽ അത് കേൾക്കാത്തവരൊക്കെ പലരും ഉണ്ടാകും. കാശ് നല്ലതാണോ? സാറേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇടയ്ക്ക് ഇന്ററാക്ട് ചെയ്യുക. അപ്പം കാശ് നല്ലതാണ്. ഓക്കെ. അമിതമായാൽ അമൃതും വിഷം എന്നാണ് ചൊല്ല്. കാശ് അമിതമായാൽ നല്ലതാണോ ചീത്തയാണോ? അമിതമായാലും കുഴപ്പമൊന്നുമില്ല. നല്ലതാണ്. അമിതമായാലും കുഴപ്പമില്ല. കാശിന് അമിതം എന്നൊരു വാക്കേ ഇല്ല സാറേ. ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കണം. ആദ്യം എന്തോ ഒരു വാക്ക് വന്നല്ലോ, പറഞ്ഞവരൊക്കെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത്. കാശ് കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഏതായാലും ആരുടെ മൈൻഡ് സെറ്റ് മോശമൊന്നുമില്ല. അതൊരു ടെസ്റ്റ് കൂടിയായിരുന്നു. കാരണം ഒരു എന്തോ കാശ് കൈകാര്യം ചെയ്യാൻ ഒരു കഴിവ് വേണം. ഞാൻ ആ ചോദ്യം അല്ല ചോദിച്ചത്. കൈകാര്യം ചെയ്യാനുള്ള കഴിവുകളില്ലെങ്കിൽ കാശ് അത് ദോഷം തന്നെ ചെയ്യും. എന്റെ ചോദ്യം വളരെ വ്യക്തവും സുതാര്യവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. കാശ് നല്ലതാണോ ചീത്തയാണോ? അമിതമായാൽ അമൃതും വിഷം. കാശ് അമിതമായാൽ നല്ലതാണോ ചീത്തയാണോ? കാശ് നല്ലതാണ്. കാശിന് അമിതം എന്നുള്ള വാക്കേ ഇല്ല. കാശ് എത്ര വന്നാലും അത് സന്തോഷം തന്നെയാണ്. മറ്റേ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അതായത് നമസ്കാരം സാറേ. പോരട്ടെ. നമസ്കാരം. ഒരു ചൊല്ലുണ്ട്, കനകം മൂലം കാമിനി മൂലം കലകം പലവിധം ഉലകിൽ സുലഭം. നമ്മളെ വിരോധികളാവാണ്. വിരോധം ഉണ്ടാവില്ലേ? ആൾക്കാർ തമ്മിൽ ഒരു വിരോധം ഉണ്ടാക്കും ഒരുപാട്, അല്ലേ? നന്നായി അത് പറഞ്ഞത്. ഇതിപ്പം എന്തായാലും ഇത് ഇന്ന് ഞാനത് അധികം വിശദീകരിക്കുന്നില്ല. കാരണം വിശദീകരിച്ചാൽ ഒരു 1/2 മണിക്കൂർ വിശദീകരിക്കാനുള്ള സംഗതിയുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് കുറച്ച് കണ്ടന്റുകൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്.
ഞാനത് ഒറ്റവാക്കിൽ പറഞ്ഞു തരാം, സ്വയം ചിന്തിക്കാൻ ശ്രമിക്കുക. അതായത് എന്റെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. പണം അമിതമായ ഞാനവിടെ ഉരുണ്ട് കളിക്കില്ല. കാശ് അമിതമായാൽ നല്ലതാണോ ചീത്തയാണോ? ഞാൻ പറയും കാശ് അമിതമായാൽ അമിതമായി നല്ലതാണ്. ഇനി ആ ചോദ്യം ഈ കാശ് ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ അത് കാശിന്റെ കുഴപ്പമല്ല, അത് ആ ദുരുപയോഗം ചെയ്യുന്നവന്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവന്റെ അവന്റെ മനസ്സിന്റെ കുഴപ്പമാണ്. യെസ് ഓർ നോ? ഞാന് ഈ കാശ് ഉപയോഗിക്കുന്നവന്റെ മനസ്സിന് വല്ല കുഴപ്പമുണ്ടെന്നല്ല ഞാൻ ചോദിച്ചത്. കാശ് നല്ലതാണോ ചീത്തയാണോ വ്യക്തമായ ചോദ്യമാണ്. അപ്പം ഞാനൊക്കെ ചോദിക്കണമെങ്കിൽ കാരണം ഇനി ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനത്തെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിക്കൊള്ളുക. അതിന്റെ പേരാണ് മണി ബ്ലോക്ക്. ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയത്തിന്റെ ബാക്കിയൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം. കാരണം എപ്പോഴും നമ്മൾ 90:10 എന്നാ പറയാറുള്ളത്. ശരിക്കും ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. 98% ധനികരല്ലാത്ത മനുഷ്യരും 2% മാത്രമേ ധനികരായ മനുഷ്യരും ഉള്ളൂ. അതിന്റെ പ്രധാന കാരണം ബ്രെയിൻ ഹാക്കിങ്ങും അതിന് ഞാൻ മാസ് ഹിസ്റ്റീരിയ എന്ന വാക്ക് എടുത്ത് പറഞ്ഞിരുന്നു. അത് ഒറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയ കാരണം നിങ്ങളല്ല. പലപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്നാണ് പറയാറുള്ളത്. പക്ഷെ ഞാനത് മാറ്റി പറയുകയാണ് തൽക്കാലം. അതിന്റെ ഇന്നലെ വിശദീകരിച്ചൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ അത് വലിയ വിഷയമാണ്. പക്ഷെ നിങ്ങളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സംശയം നേരിട്ട് വിളിച്ച് ചോദിക്കുകയോ ചെയ്യാം, ഫോൺ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാം. നിങ്ങളുടെ പരാജയത്തിന്റെ കാരണം നിങ്ങളല്ല. നിങ്ങളെ കുട്ടിക്കാലം മുതൽ നിങ്ങളുടെ അച്ഛനമ്മമാര്, മാതാപിതാക്കള്, അധ്യാപകര്, സുഹൃത്തുക്കൾ തുടങ്ങിയത് കേൾവികൾ കൊണ്ട് രൂപീകരിച്ച നിങ്ങളുടെ മാനസികാവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് വിധാനം, കാരണം. അതുകൊണ്ട് നിങ്ങളുടെ പരാജയത്തിന്റെ, നിങ്ങളുടെ വിജയത്തിന്റെ കാരണം നിങ്ങളല്ല. അത് നിങ്ങളല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അത് ഇന്നലെ നമ്മൾ വിശദീകരിച്ച വിഷയമാണ്. അപ്പം അത് പെട്ടെന്ന് കേട്ടാൽ ഒന്നുകിൽ അത് പഠിച്ചിട്ടാണ് പറയുന്നത് ചിന്തിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോ ഇത്തരം ചിന്താധാരകൾ നമ്മൾ മാറ്റേണ്ടതുണ്ട്. കാരണം പണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു തരി തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ പോലും അവൻ ആ 98%-ത്തിലാണ്. അതാണ് നമ്മളൊരു പ്രായോഗിക കാര്യം. കാരണം ആ 2% ആളുകൾ എന്ന് പറയുന്നത് 2% ആളുകളെ ധനികരാകുന്നുള്ളൂ. അപ്പൊ ആ 2% ആളുകൾ പണത്തെക്കുറിച്ച് ഒരു തരി പോലെ നെഗറ്റീവ് മനസ്സിലേക്ക് കൊടുക്കാത്ത ആളുകളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ആ സെൽഫ് ബ്രെയിൻ ഹാക്കിങ്ങിന് ഇരയായി തീരാൻ ശ്രദ്ധിക്കണം. പണത്തെക്കുറിച്ച് നെഗറ്റീവ് അത് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടെങ്കിൽ. കാരണം ഇനി 2025 എന്താണ് ചെയ്യേണ്ടത് എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പങ്കുവയ്ക്കാം. 2025 എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, അതിലേക്ക് നമുക്ക് പോകാം. മാർവാടികളുടെ ഒരു 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 സിസ്റ്റം, അല്ലെങ്കിൽ അവര് ചെറുപ്പക്കാലം മുതൽ ശീലിക്കുകയും മിക്കവാറും എല്ലാ മാർവാടികളുടെ വീട്ടിലുണ്ടാവണം. കാരണം ഞാൻ കുറച്ചധികം മാർവാടികളുടെ വീടുകൾ സന്ദർശിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്റെ സ്റ്റുഡൻസിന്റെ ഒക്കെ ഞാൻ ഡൽഹിയിലെ സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിൽ ആയിരിക്കും. നിരവധി മാർവാടി സ്റ്റുഡൻസിന്റെ വീടുകളും പിന്നെ പല ബിസിനസ്മാൻമാരുടെ വീടുകളിലും സന്ദർശിക്കാൻ ഇടയായിട്ടുണ്ട്. അവർ ഭാഗ്യം കിട്ടിയതുകൊണ്ട് അവരുടെ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ കാണാം. അത് ഞാൻ അന്ന് ഇതൊക്കെ എല്ലാം പലതും എഴുതി വെക്കുകയും ഫോട്ടോ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യുമെങ്കിലും എല്ലാം ഓർമ്മയിലില്ല. ഞാൻ അതിന്റെ എല്ലാം സാരാംശങ്ങളാണ് ഞാൻ ഓർമ്മ വെക്കാറുള്ളത്. കാരണം ഇതൊന്നും ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചവയല്ല, എന്റെ ജീവിതത്തിന് വേണ്ടി പഠിച്ചവയാണ്. അപ്പൊ അതിലൊരു വാചകം ഇതായിരുന്നു: നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടിയുടെ പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പണം എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ ഡ്യൂട്ടികൾ ചെയ്യാൻ വിമുഖരാവരുത് എന്നുള്ളതാണ് അവരുടെ ആപ്തവാക്യം. അപ്പൊ അത് കൂടാതെ ഞാൻ പലപ്പോഴും എന്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് ക്യൂരിയോസിറ്റി ഉള്ളത്, റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്നത് പോലെ ഞാനതൊക്കെ വായിക്കുന്ന ഒരുപാട് കാലം മുതൽ തന്നെ കുട്ടിക്കാലം മുതലേ ഞാൻ എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്നത് അതിസമ്പന്നരെയാണ്. ഞങ്ങൾ തന്നെ പാലായിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അല്ലെങ്കിൽ സമ്പന്ന കുടുംബങ്ങളാണെങ്കിൽ പോലും അതിനേക്കാട്ടിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ മൾട്ടി മില്യനേഴ്സ്, ഇപ്പൊ ബീഹാറികളൊക്കെ അവിടെ ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ്. ബീഹാറി പിള്ളേര് ഡൽഹിയിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് പിള്ളേര് IAS കോച്ചിങ്ങിന് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു ചെറിയ മുറി എടുത്ത് താമസിക്കും. പക്ഷെ ബീഹാറിൽ നിന്ന് IAS കോച്ചിങ്ങിന് വരുന്ന പല കുട്ടികളും 18-19 കുട്ടികളും വലിയ പരിചാരക വൃന്ദവുമായി വന്ന് അവിടെ ഒരു വില്ല തന്നെ ലീസിനോ അല്ലെങ്കിൽ വില്ല തന്നെ വാങ്ങിച്ചോ ഒക്കെയാണ് ചെന്നത്. ഇപ്പൊ ഇവിടെ എന്റെ തൊട്ടടുത്തൊരു സ്കൂളിലും, നിങ്ങൾക്ക് ആ സ്കൂളിന്റെ പേര് പറഞ്ഞാൽ മറ്റേ ഇപ്പൊ പഴയ വിജയഗിരി സ്കൂളിന്റെ തൊട്ടടുത്ത സ്കൂളുണ്ട്. വിജയഗിരി സ്കൂളിലും പഠിക്കാൻ വരുന്ന കുട്ടികൾ ഇവിടെ വീട് വാങ്ങിച്ച് താമസിച്ച് ഫാമിലി ഒരു സ്കൂളിൽ പഠിക്കാൻ വേണ്ടി, കുട്ടിക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം വേണ്ടിയിട്ട് ഇവിടെ വീട് വാങ്ങിച്ച് താമസിച്ച് 3 വർഷക്കാലം പഠിച്ചിട്ട് പിന്നെ പോകുന്നത് വീട് വിറ്റ് പോകുന്ന ആളുകൾ കൂടി എനിക്ക് എന്റെ അടുത്തുണ്ട്. അപ്പൊ അത് സാധാരണക്കാരന്റെ കണ്ണിൽ പിടിക്കാത്തൊരു സാധനമാണ്. അപ്പൊ ഞാൻ പലപ്പോഴും സാധാരണക്കാരൻ ശ്രദ്ധിക്കാത്ത അതിസമ്പന്നരുടെ ചില ക്രേസി ആക്ടിവിറ്റീസ്, ഞാൻ അതൊരു വാചകം പറഞ്ഞാല്, കാരണം ചില ക്ലാസ്സുകളൊക്കെ ചില നെഗറ്റീവ് വാക്കുകൾ പറയുമ്പോൾ അത് ചിലരൊക്കെ അത് നെഗറ്റീവായിട്ട് പറയാം. പക്ഷെ അത് അതിസമ്പന്നര് പറയുന്ന ഒരു വാക്കാണ്. അത് എന്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു അതിസമ്പന്നനായ മനുഷ്യൻ. അതിസമ്പന്നൻ മീൻസ് അദ്ദേഹത്തെ ഞാൻ പഠിക്കാൻ കാരണം അദ്ദേഹം ചെറുപ്പകാലത്ത് ഒന്നുമില്ലായ്മയിൽ വളരുകയും മോശമില്ലാത്ത കുടുംബത്തിലാണെങ്കിൽ അതിസമ്പന്നനായിരുന്നില്ല. അതിസമ്പന്നരല്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹം UAE പോയി കോടാനുകോടികൾ സമ്പാദിച്ചൊരു മനുഷ്യൻ. എന്റെ ഒരു സുഹൃത്തു കൂടിയാണ്.
അപ്പൊ അദ്ദേഹത്തെ ഞാൻ സന്തോഷ് സാറിനൊക്കെ പരിചയപ്പെടുത്തി. ഞങ്ങൾ ദുബായി പോയപ്പോൾ അദ്ദേഹം ഞങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോകാൻ ബാക്കി സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം അപ്പോഴും ആ വാക്ക് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അതായത് ആ വാക്ക് ഇതുപോലെ പബ്ലിക് ക്ലാസ്സിൽ പറയണോ വേണ്ടോ ഞാൻ ആലോചിക്കുന്നത്. സന്തോഷ് സാറിന്റെ അനുവാദം ഒന്ന് കിട്ടുമോ? സന്തോഷ് സാർ ഉണ്ടോ അവിടെ? ആ വാക്ക് പറയണോ? വലിയവന്റെ ഡാഷാണ് ചെറിയവന്റെ പിഴപ്പുള്ള ആ വാക്ക് ഉപയോഗിക്കണോ സാർ? അതെ, കുഴപ്പമൊന്നുമില്ല സാറേ, അത് സത്യസന്ധമായിട്ട് പറഞ്ഞൊരു കാര്യം തന്നെയല്ലേ. യെസ്. അതായത് അതായത് വാക്കാണ്. യെസ്, അതായത് അദ്ദേഹത്തിന്റെ പേര് ബാബു എന്നാണ്. അദ്ദേഹം യുഎയിലെ ഒരു വൻ ബിസിനസ്സുകാരനാണ്. ഇപ്പൊ അത് കോടാനുകോടികൾ സമ്പാദിച്ചു കൊടുക്കുന്ന ഏക്കറുകൾ കണക്കിന് സ്ഥലങ്ങളും ബിസിനസ് ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ വാങ്ങിച്ചിട്ടിരിക്കുന്ന മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വാക്ക്, എനിക്കത് പറയാൻ സ്വല്പം മടിയുണ്ട്. എനിക്ക് സ്വയം മടിയൊന്നുമില്ല, കാരണം പൊതുജനം എങ്ങനെ എടുക്കുന്നത് എനിക്കറിയില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്. കാരണം ഞാനത് കുട്ടിക്കാലം വരെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അതായത് ഉള്ളവന്റെ കഴപ്പാണ് ഇല്ലാത്തവന്റെ പിഴപ്പ്. അതായത് കാശുള്ളവന്റെ കഴപ്പാണ് കാശില്ലാത്തവന്റെ പിഴപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാക്ക്. കാരണം അദ്ദേഹം ഇവിടെ വരുമ്പോ, നാട്ടിൽ വരുമ്പോ ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ മാവിന് ചുറ്റും തറ കെട്ടുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലാൻഡിനകത്ത് ഒരു ഹട്ട് പണിയുക, അതിനകത്ത് വീണ്ടും ഒരു തറ പണിയുക, ബെഞ്ചുകൾ പണിതിടുക. അപ്പൊ വൈഫ് ചോദിക്കുന്നതിന് ഇങ്ങനെ ക്യാഷ് മുടക്കുന്നത്. അപ്പൊ എവിടെയും ഈ ഉള്ളവന്റെ കഴപ്പാണ് ഇല്ലാത്തവന്റെ കഴപ്പ്. അപ്പൊ ഈ അതെ, ഉള്ളവന്റെ കഴപ്പാണ് ഇല്ലാത്തവന്റെ പിഴപ്പ്. ക്രേസിനെസ് എന്നുള്ള അർത്ഥമുള്ളൂ അവിടെ കേട്ടോ. അപ്പൊ അത് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യണ്ട. അപ്പൊ ഞാൻ എപ്പോഴും ഈ അതിസമ്പന്നരുടെ, ഇപ്പൊ എന്നെക്കാട്ടിലൊക്കെ 10 മടങ്ങ് അല്ലെങ്കിൽ 100 മടങ്ങ് സമ്പത്തുള്ള അതിസമ്പന്നരുടെ ഇത്തരം ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അത് ഇപ്പൊ നിലവിലുള്ളവരുടെയോ മുൻകാല ചരിത്രത്തിലെ, അങ്ങനെയാണ് ഞാൻ ഈ ലോക ചരിത്രത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ഏതാണെന്നൊക്കെ പരിശോധിക്കാൻ ഇടയായതും മൻസ മൂസ ആണെന്നുള്ള ഉത്തരം കണ്ടെത്താനിടയായത്. ഇപ്പൊ നെറ്റിലൊക്കെ കിട്ടും. അപ്പോൾ അത് നെറ്റൊക്കെ വരുന്നതൊക്കെ കിട്ടാൻ വലിയ പാടാ. നെറ്റൊക്കെ ഇല്ലാത്തപ്പോൾ അത് പറഞ്ഞാലുള്ള വിശ്വസിക്കുമില്ല. ഈ സാറിന് എന്ത് വട്ടാ, നിങ്ങൾക്ക് എന്ത്, നിങ്ങൾ വെറുതെ ഫേക്ക് പറയുകയാണെന്നൊക്കെ പറയും. അപ്പൊ ഏതായാലും ഈ അത്തരം ചില കാഴ്ചപ്പാടുകളിൽ, കാരണം ആധുനിക മനഃശാസ്ത്രം ഈ 150 വർഷം മാത്രം പഠനമുള്ള ആധുനിക മനഃശാസ്ത്രം, ശരിക്കും ആധുനിക മനഃശാസ്ത്രമൊന്നും സാധാരണ പൊതുജനങ്ങൾക്ക് ഭൗതിക സമ്പത്ത് ആർജിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള പഠനമൊന്നും അധികം നടത്തിയിട്ടില്ല. ആധുനിക മനഃശാസ്ത്രം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മാനസിക പ്രശ്നങ്ങൾക്ക് എങ്ങനെ. യെസ്, ഓക്കെ സാർ, അയ്യാ. അപ്പോ അപ്പൊ അത് പറഞ്ഞ പോലെ, അതായത് അപ്പൊ അത് നമ്മൾ അപ്പൊ ഞാൻ പറയാൻ കാരണം, അങ്ങനെ ഈ സാധാരണക്കാർ ശ്രദ്ധയിൽപ്പെടാത്ത ഈ ഉള്ളവന്റെ അതിസമ്പന്നന്റെ ചില ക്രേസിനെസ്സുകൾ ഞാൻ ശ്രദ്ധിക്കണം. അപ്പൊ പറഞ്ഞത് ഈ ബീഹാറിയൊക്കെ അവര് വന്നിട്ട് വലിയ പരിചാര വൃന്ദങ്ങളുമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 10-20 പേരുണ്ടാവും. ഒരു 10-20 പേര്, ഒരു കുട്ടി IAS പഠിക്കാൻ വേണ്ടി വരുന്നതാണെന്ന് ഓർക്കണം. നാട്ടിൽ നിന്നൊക്കെ പഠിക്കാൻ പോകുന്നവര് അവിടെ പോയിട്ട് ചെറിയൊരു മുറിയെടുത്ത് ഒതുങ്ങിക്കൂടുമ്പോൾ അവർ പഠിക്കാൻ വരുന്ന ഒരു 10-20 പേരുള്ള പരിചാര വൃന്ദവുമായിട്ട് ആ കുട്ടിക്ക് ഫുഡ് കഴിക്കാൻ, അലക്കാൻ, അവരുടെ എന്റർടൈൻമെന്റ്, അങ്ങനെ പല പല കാര്യങ്ങൾക്കും നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അപ്പൊ അവരെ കുറിച്ചൊക്കെ ഞാൻ പലപ്പോഴും പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇപ്പൊ എല്ലാവരെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയാറില്ല. ഇപ്പം അതിസമ്പന്നരായ മാർവാടികൾ എല്ലാവരെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാറില്ല. പലപ്പോഴും സന്ദർഭം ഉണ്ടാക്കി പല ബിസിനസ് ആവശ്യം, ഇപ്പൊ എന്റെ അനുജൻ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി ഉണ്ടായിരുന്നത് കൊണ്ട് പല മാർവാടി മറ്റേ മാനുഫാക്ചറിങ്, ഇപ്പം ജെ ജോനക്സിന്റെ ഒക്കെ അവരുടെ ഒക്കെ വ്യവസായ മാനുഫാക്ചറിങ് യൂണിറ്റും എന്താ പറയാ വാസസ്ഥലവും ഒരുമിച്ചാണ്. അതൊരു വലിയ, ഇപ്പൊ ഈവൻ മറ്റേ നമ്മുടെ സാവ്ജി ഫാമിലിയുടെ കാര്യം പറഞ്ഞത്, സാവ്ജി തൊലാക്കിയെ കുറിച്ച് ഞാൻ പല ക്ലാസ് പറഞ്ഞു. സാവ്ജി തൊലാക്കിയ ഫാമിലിയുടെ വലിയൊരു ഏരിയയാണ്, വലിയൊരു 2000 ഏക്കറോ മറ്റാണെന്ന് എന്റെ ഓർമ്മ, ചിലപ്പോൾ തെറ്റായിരിക്കാം. അതുപോലെ ജെ ജോനസിന്റെ ഒക്കെ അവരുടെ വീട്ടിലും അവരുടെയൊക്കെ ഫാക്ടറികളിലൊക്കെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. അപ്പൊ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്കാണ് വരുന്നത്. ഇവിടെ അപ്പൊ അത് നമ്മളും അത് പഠിക്കുന്നത് നല്ലതാണ്. കാരണം എനിക്ക് പണ്ട് ഏറ്റവും ആദ്യ കാലഘട്ടത്തിലെ ജിയോജിത്തിന്റെ നോർത്ത് ഇന്ത്യ ഹെഡ് വസന്തകുമാർ സാർ എനിക്ക് പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം കണക്ഷൻ കിട്ടാനുള്ള, അദ്ദേഹം അവിടെ നിന്ന് പോയി, ഇപ്പൊ അദ്ദേഹം അവിടെ ഇല്ല. അപ്പം എനിക്കൊരു ഇത്തരം പഠനങ്ങളെ കുറിച്ചൊരു കാഴ്ചപ്പാട്, കാരണം കുട്ടിക്കാലത്തെ ഉണ്ടെങ്കിൽ പോലും അത് കുറച്ചുകൂടെ വൈഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് നൽകിയത് വസന്തകുമാർ സാറാണ്. ഒരിക്കൽ സന്തോഷ് സാറായിട്ട് ഞങ്ങൾ ജിയോജിസ്റ്റിന്റെ ഓഫീസിൽ പോയി ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. അപ്പൊ ഏതായാലും ഞാനിങ്ങനെ എന്താണ് പാഷൻ സംസാരം മധ്യേ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണ് എന്റെ പാഷൻ എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, അപ്പം രാകേഷ് ജുൻജുൻവാലയെ കുറിച്ച് അറിയില്ലെന്ന് ചോദിച്ചു. നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നിട്ടാണോ നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് പാഷൻ എന്നൊക്കെ പറയുന്നത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും മേഖല പാഷനൊക്കെ ആക്കുകയാണെങ്കിൽ അതാത് മേഖലയിലെ വൻ വിജയങ്ങളെ കുറിച്ചും പ്രസ്തുത വിജയങ്ങളെ കുറിച്ചും പഠിക്കാൻ കഴിയുന്നത് പഠിക്കാൻ ശ്രമിക്കണം എന്ന് അദ്ദേഹത്തിന്റെ ഉപദേശം ഉണ്ടായിരുന്നു. അപ്പം അതിന് മുൻപേ ഞാൻ അത് അറിയാൻ ചെയ്യാറുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഇപ്പോഴത്തെ നിലവിലെ ഏറ്റവും വലിയ ധനികനാണ്. എന്റെ കുട്ടിക്കാലത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓനാസീസ് അല്ലെങ്കിൽ ബ്രൂണൈ സുൽത്താൻ, അങ്ങനെ അതാത് കാലഘട്ടത്തിൽ അന്ന് അറിയാൻ കഴിയുന്ന, അന്നൊന്നും ഈ ഫോക്സ് മാഗസിനോ അല്ലെങ്കിൽ നെറ്റോ ഒന്നും ഇല്ല.
അങ്ങനെ അപ്പൊ നമുക്ക് ഈ വലിയവരുടെ ചില ഈ അതിസമ്പന്നരുടെ, അപ്പൊ നമ്മൾ സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്ന മേഖലയിലായതുകൊണ്ട് അതിസമ്പന്നരെ കുറിച്ചുള്ള ചില അറിവുകൾ നാം മനസ്സിലാക്കി വെക്കുന്നതും, കഴിയുന്നത്രയും അവരുമായി താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കുന്നതും, കഴിയുന്നത്രയും ദരിദ്ര സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നതും നല്ലൊരു കാര്യമാണ്. 2025 എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് 1-2 നിർദ്ദേശങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചുകൊള്ളട്ടെ. അതായത് ലോക ചരിത്രത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചാണ്, അവിടെ തന്നെ പോരട്ടെ, ലോക ചരിത്രത്തിലെ, കാരണം അത് അറിയാത്തതുകൊണ്ട് അവരുടെ ഉത്തരവ് കിട്ടിക്കോട്ടെ. കാരണം നമ്മൾ സമ്പന്നരാവാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ അറിഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ ആരാണ്? ഇപ്പം അത് കെട്ടക്കെട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് 3 മാസം കൂടുമ്പോൾ പലപ്പോഴും മാറാറുണ്ട്. ഇലോൺ മസ്ക്, കാർലോസ്, അല്ലെങ്കിൽ മറ്റേ ബിൽ ഗേറ്റ്സ്, അങ്ങനെ മാറി വരാറുണ്ട്. അപ്പൊ നമ്മളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം അത്തരം ചില ചിന്തകൾ പോലും നമ്മുടെ ഓരോ ന്യൂറോൺ കോശങ്ങളിൽ ഉണ്ടാക്കുന്ന സ്പാർക്കുകൾ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല. പറയുമ്പോഴെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് വലിയ സ്പാർക്കുകൾ ഉണ്ടാക്കും. ലോക ചരിത്രത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, ഒരുപാട് പ്രാവശ്യം ഞാൻ ആവർത്തിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ ആവശ്യകതയുണ്ട്. ലോക ചരിത്രത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ മൻസ മൂസ. അപ്പം അദ്ദേഹമൊക്കെ ഈ ധനികനാകൽ ഉപയോഗിച്ച, നമുക്ക് പണ്ട് കാലത്തൊക്കെ അന്ന് കിട്ടാവുന്ന റഫറൻസ് ഗ്രന്ഥങ്ങളൊക്കെ പല സ്ഥലത്തുനിന്ന് പോയിരുന്നു വായിച്ചും, ലൈബ്രറിയിൽ പോയിരുന്നു വായിച്ചും, വീട്ടിലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെയൊക്കെ അതൊന്നും നോട്ട് ചെയ്യുന്ന സ്വഭാവം കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോ അദ്ദേഹം ചില ഇസ്ലാമിക് സൈക്കോളജിയാണ്, ഇസ്ലാമില് ഹദീസുകളിലും ഖുറാനിലും ഒക്കെ പണം ഉണ്ടാക്കാൻ, സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചില രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിലൊന്നാണ് ഓരോ പ്രാവശ്യവും പണം സ്വീകരിക്കുമ്പോഴും അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് നന്ദിയോടെ സ്വീകരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. അത് നമ്മുടെ മുസ്ലിങ്ങളും വായിക്കുന്നു, പക്ഷെ അവരത് എടുക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, ഞാൻ ഇതിപ്പോ ഒന്ന് ഒഴുകി പോവുകയാണ്. അതുപോലെ തന്നെ ലോക ചരിത്രത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ മൻസ മൂസ. ഇന്ന് നിലവിൽ ലോകത്തിലെ ഏറ്റവും റിച്ച് ഫാമിലി, ഇന്ന് ലോകത്തിലെ ഏറ്റവും റിച്ച് ഫാമിലി നമ്മൾ സംസാരിച്ച വിഷയമാണ്. അബുദാബി റോയൽ ഫാമിലി. അബുദാബി രാജകുടുംബമാണ് ലോകത്തിലെ ഏറ്റവും റിച്ച് ഫാമിലി. അത് ഞാൻ പറഞ്ഞപ്പോൾ പലരും സംശയം കൊണ്ടു, അത് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന്. പലരും ബിൽ ഗേറ്റ്സ്, അല്ലെങ്കിൽ മറ്റെന്താ പറയാ കാർലോസ്, അതല്ലെങ്കിൽ ഇലോൺ മസ്ക് എന്നൊക്കെ ധരിച്ചിരിക്കുന്നത്. ഇലോൺ മസ്കിന്റെ ഒരു സമ്പത്ത് അബുദാബി റോയൽ ഫാമിലിയുടെ മൊത്തം സമ്പത്ത് കൂട്ടിയാൽ 100-ലൊന്നും വരില്ല. അത് നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അബുദാബി റോയൽ ഫാമിലി എന്ന് പറയുന്നത് 100 കണക്കിന് രാജകുമാരന്മാരും രാജാക്കന്മാരുടെ ഫാമിലിയാണ്. അപ്പം അവരുടെ ഒരാളുടെ സമ്പത്ത് നോക്കിയാൽ ഇലോൺ മസ്കിന്റെ 10-ലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ രാജകുടുംബത്തിന്റെ സ്വത്ത് മൊത്തം എടുത്താൽ ഇലോൺ മസ്ക് അതിന് 100-ലൊന്നും സ്വത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ ചില ധനിക കുടുംബങ്ങളുടെ ആ ഫാമിലിയുടെ മൊത്തം സ്വത്ത്, അതായത് ഇപ്പോഴത്തെ എന്താ പറയാ, മറ്റേ വീതം വാങ്ങി പാർട്ടീഷൻ ചെയ്ത ഫാമിലി പോലെ പാർട്ടീഷൻ ചെയ്യാതെ ഇപ്പോഴും ഒറ്റ ട്രസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി, ഇപ്പൊ ജെ ജോനക്സ് ഉദാഹരണം പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരൊറ്റ ട്രസ്റ്റ്, ഒരു ഫാമിലി ആയിട്ട് നിലനിൽക്കുന്ന പല ഫാമിലിയുടെയും ടോട്ടൽ ആ സ്വത്ത് എടുത്താൽ ചിലപ്പോൾ ഇലോൺ മസ്കിന്റെ ഒക്കെ സ്വത്ത് വളരെ ചെറുതായിരിക്കും. നമ്മൾക്കത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നും. പറഞ്ഞു വന്നത്, അത്തരം ഈ അതിസമ്പത്ത് നേടുന്നവർക്കൊക്കെ ചില സിസ്റ്റംസ് ഉണ്ട്, അവരൊക്കെ പാലിക്കുന്ന ചില സിസ്റ്റംസ് ഉണ്ട്, ചില റൂൾസ് ഉണ്ട്. അത്തരം ചില റൂൾസുകളെ കുറിച്ച് നാമും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് അപ്പൊ അവരൊക്കെ പാലിക്കുന്ന, അപ്പൊ മൻസ മൂസ മുതൽ അബുദാബി റോയൽ ഫാമിലി മുതൽ മാർവാടി ഫാമിലികളൊക്കെ പാലിക്കുന്ന സിമ്പിൾ എന്ന് തോന്നിക്കുന്ന ചില റൂൾസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ആ റൂൾസിലേക്ക് നമുക്ക് പോകാം. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ 1-2 റൂൾസ് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും ഒരു വാർത്ത വളരെ ക്യൂരിയോസിറ്റി വായിക്കാനിടയായി. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന ശങ്കർദയാൽ ശർമ്മ ജസ്റ്റ് ഉപരാഷ്ട്രപതി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒമാൻ സന്ദർശിക്കുകയുണ്ടായി. അപ്പൊ ഒമാന്റെ തലസ്ഥാനത്തിന്റെ പേരെന്താ? മസ്കറ്റ് എയർപോർട്ടില് ഇദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ചെന്നപ്പോൾ, അപ്പം ഉപരാഷ്ട്രപതി എത്തുമ്പോൾ ശരിക്കും പ്രോട്ടോകോൾ പ്രകാരം സുൽത്താൻ കാബൂസ് വരേണ്ടെന്ന് ആവശ്യകതയില്ല. അവരുടെ വിദേശകാര്യ അല്ലെങ്കിൽ ആ തത്തുല്യ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് അവിടെ പോയി സ്വീകരിക്കേണ്ടത്. പക്ഷേ സാക്ഷാൽ സുൽത്താൻ കാബൂസ് തന്നെ, ഒമാൻ ഭരണകൂടം, ഒമാൻ കേട്ടിട്ടുണ്ടാവും, അറിയുന്നവരുടെ ഉണ്ടാവാം, സാക്ഷാൽ ഒമാൻ സുൽത്താൻ കാബൂസ് തന്നെ സ്വയം ഡ്രൈവ് ചെയ്ത് എയർപോർട്ടിൽ എത്തുകയും, എയർപോർട്ടിലേക്ക് അദ്ദേഹം ആയിരിക്കില്ല ഡ്രൈവ് ചെയ്തത്, പക്ഷെ അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആയിരിക്കാം. എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം എല്ലാ പ്രോട്ടോകോളും ലംഘിച്ച് ആ വിമാനത്തിലേക്ക് നടന്ന് കയറി ചെന്ന്, അന്ന് മറ്റേ എയറോ ബ്രിഡ്ജ് അല്ല, അദ്ദേഹം വിമാനത്തിലേക്ക് നടന്ന് കയറി ചെന്ന്
ശങ്കർദയാൽ ശർമ്മയെ സ്വീകരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനത്തിൽ കയറ്റി പിന്നെ ഈ ശങ്കർദയാൽ ശർമ്മ ഇരുന്ന വണ്ടി സുൽത്താൻ കാബൂസ് തന്നെ ഡ്രൈവ് ചെയ്ത് തന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അപ്പൊ ഇത് കണ്ട ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, സാർ അങ്ങ് എന്താണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി വന്നപ്പോൾ പ്രോട്ടോകോള് പ്രകാരം ഏതെങ്കിലും വിദേശകാര്യ ഉന്നത അല്ല ആ തത്തുല്യ റാങ്കുള്ള ആൾ പോയാൽ മതിയല്ലോ, അങ്ങ് തന്നെ പോയി എന്തിനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്തിനാണ് അങ്ങ് തന്നെ പോയി വിമാനത്തിൽ കയറി സ്വീകരിച്ച് അങ്ങ് തന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം ഉണ്ടായി. അപ്പം സുൽത്താൻ കാബൂസ് വളരെ വിനയത്തോടെയും ബഹുമാനത്തോടെയും പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ അല്ല സ്വീകരിച്ചു കൊണ്ടുവന്നത്, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അല്ല ഞാൻ സ്വീകരിച്ചു കൊണ്ടുവന്നത്, ഞാൻ എന്റെ ഗുരുനാഥനെയാണ് സ്വീകരിച്ചു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു വന്നത്. ഈ എല്ലാവർക്കും നാം കാണാത്ത ചില ടീച്ചേഴ്സ് ഉണ്ട്, നാം അറിയാത്ത ചില ടീച്ചേഴ്സ് ഉണ്ട്. കാരണം അതായത് പലപ്പോഴും പല പ്രഗത്ഭമതികളുടെയും പിന്നിലെ അവർക്ക് ട്രിഗർ നൽകിയ അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്ത പല ടീച്ചേഴ്സിനെയും നാം അറിയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവരെ ഈ അബുദാബി രാജകുടുംബാംഗങ്ങളാവട്ടെ, അപ്പൊ അത്തരം ഫാമിലികളൊക്കെ തന്നെ ഇപ്പം ഈവൻ മൻസ മൂസയാവട്ടെ, അങ്ങനെ പല ഇപ്പം സാവജി ദൊലാക്കിയ, ഞാൻ മിക്കവാറും ക്ലാസ്സിൽ പറയുന്നത് സാവജി ദൊലാക്കിയ 42,000 കോടി ആസ്തിയുള്ള ഡയമണ്ട് വ്യാപാരിയ സാവജി ദൊലാക്കിയ തന്റെ മക്കൾ കൊടുക്കുന്ന ട്രെയിനിങ് അവർക്ക് ഓരോ ടീച്ചേഴ്സിനെ നിയോഗിക്കും. അപ്പൊ അങ്ങനെ എല്ലാ വിജയികൾക്കും പോട്ടെ, അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം വേറെ രീതിയിൽ പറഞ്ഞുതരാം. ഒരു ഹൈസ്കൂൾ തല ഉപജില്ലാതല സംഗീത മത്സരത്തിൽ പോലും 1, 2, 3 സ്ഥാനം നേടിയ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഗുരു ഉണ്ട് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ ഏതെങ്കിലും മേഖലയിൽ വ്യക്തിമുദ്ര പഠിപ്പിച്ച എല്ലാവർക്കും തന്നെ അത് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഒരു സ്പെഷ്യൽ ടീച്ചർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ സ്വാധീനിച്ച ഒരു ടീച്ചർ ഉണ്ടാകാം, അത് ഒരുപക്ഷെ അവർ പോലും അറിയാതെ. അപ്പോൾ ഇവിടെ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ മനസ്സ് കൊടുക്കുക. 2025 നിങ്ങൾ എന്ത് ചെയ്യണം? 2025 നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ അഭിപ്രായമാണ്, ഞാൻ ചെയ്യുന്ന കാര്യമാണ്. 2025 നിങ്ങൾ ചെയ്യേണ്ടത് 2035 എന്താകണമെന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും രസിക്കണമെന്നില്ല, എല്ലാവർക്കും താല്പര്യമാകണമെന്നില്ല, എല്ലാവർക്കും സന്തോഷം തോന്നണമെന്നില്ല. യാഥാർത്ഥ്യങ്ങൾ കൈപ്പേറിയതാണ്. ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. കാരണം ഒരു സർക്കസുകാരൻ അവിടെ നിന്ന് സർക്കസ് കാണിച്ച് നമ്മൾ ആഹ്ലാദിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റി എന്തുമാത്രം പരിശീലനം കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. പരിശീലനക്കളത്തിൽ വീറപ്പൊഴിക്കുക മനുഷ്യനായിരിക്കും. അതൊക്കെ 2025 ആസ് എ സൈക്കോളജിസ്റ്റ്, ആസ് എ സക്സസ് കോച്ച്, സന്തോഷ് മാധവൻ സാറിന്റെ ടീം മെമ്പർ എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും ശക്തമായ ഉപദേശം 2025 എന്ത് ചെയ്യണം? ഒരുപക്ഷെ ഇതുവരെ ചെയ്തവരുണ്ടാവാം. 2025 എന്ത് നേടണമെന്നല്ല തീരുമാനിക്കേണ്ടത്. 2025 എന്തെങ്കിലും നേടണമായിരുന്നെങ്കിൽ 2015 തീരുമാനിക്കണമായിരുന്നു. കാരണം ഇന്നത്തേക്ക് വിത്ത് നട്ടുവെച്ചിട്ട് എനിക്ക് മറ്റന്നാളത്തെ കാര്യങ്ങളെല്ലാം നടപ്പാക്കണം വെച്ചാൽ അത് സാധിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയും സാധിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ 100 ഒരാൾക്ക് കഴിയുകയുള്ളൂ. അതായത് വിജയിച്ചവരിലെ 100 ഒരാൾക്ക്, അതായത് വിജയിച്ച 2% 100 ഒരാൾക്ക് അത് കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു പ്രായോഗിക പഠനം. നടപ്പാക്കാൻ കഴിയാത്ത കാര്യമൊന്നുമല്ല. അപ്പൊ നിങ്ങൾ ശരിക്കും, അതായത് ഇവിടെ പലരെയും ഞാൻ കണ്ടിട്ടുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിലും പലരും പരാജയപ്പെടുന്നതിന്റെ ഒരു കാരണം അടുത്ത ആഴ്ചത്തെ എന്റെ ആവശ്യങ്ങൾക്കുള്ള പൈസ എല്ലാം എനിക്കുണ്ടാവണം. ഞാനൊരു പേരെടുത്ത് തന്നെ പറയാം. സന്തോഷ് സാറിന്റെ ഒരു പഴയ ഡ്രൈവർ ഉണ്ടായിരുന്നു. സന്തോഷ് സാറിന്റെ ഒരു ഡ്രൈവർ, അദ്ദേഹത്തിന്റെ പേര് നിഖിൽ. ഇപ്പൊ നമ്മൾ അറിയില്ല, അദ്ദേഹത്തിന്റെ പേര് നിഖിൽ. അപ്പൊ അദ്ദേഹം ഒരിക്കലും സുപ്രാത്തിൽ പറഞ്ഞു, സാർ ഞാൻ ജോലി വിട്ടു പോവുകയാണ്, എനിക്ക് എന്റെ സുഹൃത്ത് ഒരു സബ് ഇൻസ്പെക്ടർ 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു, ഞാൻ അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ എനിക്ക് എന്റെ ഒരു മാസം കടന്നു പോകണം, എനിക്ക് 40,000 രൂപ വേണം. അപ്പൊ ഞാൻ ഈ 1 ലക്ഷം രൂപ അദ്ദേഹം തരാന്ന് പറഞ്ഞു, ഞാൻ 40,000 രൂപ എല്ലാ മാസവും ഉണ്ടാക്കി ഞാൻ അങ്ങ് ജീവിച്ചു പോകാൻ പോകാന്ന് പറഞ്ഞു. നമുക്ക് വളരെ റിസ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. നിനക്കറിയാമോ രാകേഷ് ജുൻജുൻവാല എത്രയാ മന്ത്രി നേടിയ ശതമാനം എന്ന്? അപ്പൊ പറഞ്ഞ് 10%. അപ്പൊ നീ എത്ര നേടാൻ പോകുന്നത്? 40% ഞാൻ ഉന്നമിടുന്നത്. രാകേഷ് ജുൻജുൻവാലയുടെ സ്കില്ലും അനുഭവ സമ്പത്ത് നിനക്കുണ്ടോ? അതൊന്നുമില്ല. പിന്നെ എനിക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ആവശ്യമുള്ള സമയത്തിനുള്ളിൽ നേടിത്തരുന്ന ഒരു ഡിവൈസ് അല്ല, ഒരു ഇൻസ്ട്രുമെന്റ് അല്ല സ്റ്റോക്ക് മാർക്കറ്റ്. അത് നടപ്പാക്കാൻ കഴിയുകയൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലുണ്ട്, നിങ്ങൾക്ക് കൺസിസ്റ്റന്റ്ലി അത് എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകാനായിട്ട്. അതല്ല, നിങ്ങൾക്ക് അത് കഴിയുന്നില്ല എങ്കിൽ ഒരു 10%, രാകേഷ് ജുൻജുൻവാല നേടിയ എത്രയും നേടുക. അതാണ് നോക്കുന്നത്. എല്ലാവർക്കും കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. സന്തോഷ് മാധവൻ സാറിന്റെ സിസ്റ്റവും നിങ്ങളുടെ ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ രാകേഷ് ജുൻജുൻവാല നേടിയ നേട്ടം എന്നുള്ളത് 100%, ഒരു ദിവസം 0.5% നേടാൻ നമ്മുടെ സിസ്റ്റവും നിങ്ങളുടെ മൈൻഡ് ഉണ്ടെങ്കിൽ കഴിയും. പക്ഷെ നമ്മൾ അതല്ല നോക്കുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കൊള്ളുക, നിങ്ങൾക്ക് അതിന് കഴിയുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തി
എത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേട്ടം നോക്കാം. പക്ഷേ എങ്കിലും അത് ഒരു വശത്ത് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ടായി തിരിച്ചുകൊണ്ട് ഒന്ന് അങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേജർ പാർട്ട് നിങ്ങൾ 2035 ഈ ഉപദേശം അത് പലപ്പോഴും പലരും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ഇന്നൊരു ദിവസം അത് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് 2035 നിങ്ങൾ എവിടെ ഇരിക്കണം, എന്തായിരിക്കണം നിങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്താൽ, ഈ പ്ലാൻ ചെയ്യേണ്ട എങ്ങനെ കൂടെയാന്ന് പറഞ്ഞുതരാം. 2035 നിങ്ങൾ ആരാകണമെന്നാണ് നിങ്ങൾ പ്ലാൻ ചെയ്താൽ അത് ഉറപ്പായി നടന്നിരിക്കും. നിങ്ങൾ 60 വയസ്സുകാരനാവട്ടെ, 80 വയസ്സുകാരനാവട്ടെ. ജപ്പാൻകാരൊക്കെ 90-ാം വയസ്സിലും 95-ാം വയസ്സിലും പ്ലാൻ ചെയ്യും. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അവർക്ക് ആ ആയുസ്സും വന്നു ചേരുമെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. ഇക്കിഗായിൽ അതുണ്ടെന്ന് എനിക്കറിയില്ല. ഇക്കിഗായുള്ള പുസ്തകങ്ങളൊക്കെ അത് കാണാറുണ്ട്. ഇക്കായിൽ അതുണ്ടെന്ന് ഇക്കായി ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഏതായാലും അങ്ങനെ ഒരു പഠനങ്ങൾ പറയുന്നുണ്ട്. സയന്റിഫിക് എന്നുള്ളതല്ല, നിരീക്ഷണ പഠനങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഏതായാലും ഇവിടെ ഈ 2025 നിങ്ങൾക്ക് ഇപ്പൊ ഈ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഒന്നാമത് 2025 നിങ്ങൾ 2035 ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ സത്യസന്ധമായി ചിന്തിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരം കിട്ടും. കാരണം നിങ്ങൾ ഞാനൊന്ന് വിശദമാക്കി തരാം. 2025 നിങ്ങൾ എന്തായി തീരണമെന്ന് 2024 പ്ലാൻ ചെയ്താൽ അത്ര എളുപ്പമായിരുന്നില്ല. അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ നേടാൻ ഇപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ നേടുന്നു. ഞങ്ങളൊക്കെ ഇയർലി പ്ലാൻ വെച്ച് പോകാറുണ്ട്, നേടാറുമുണ്ട്. സന്തോഷ് സാർ പറഞ്ഞതിനകത്ത് എനിക്ക് ചെറിയൊരു ഒരു ഇത് തോന്നിയത്, എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തത് നേടിയെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് 75% ആണ്. ഞാൻ നോക്കിയില്ല സാർ, അത് നോക്കാറുള്ളത്. ഏതായാലും ശരി. ഏതായാലും ഇവിടെ ഇത് പ്രാക്ടിക്കലി നിങ്ങൾ മനസ്സ് കൊടുക്കുക. 2025 നിങ്ങളൊരു വൻ നേട്ടം നിങ്ങൾ എന്തായിരിക്കണം, 2025 നിങ്ങൾ എന്തായിരിക്കണമെന്ന് നിങ്ങൾ 2015 ഉന്നമിട്ടിരുന്നെങ്കിൽ അത് സാധ്യമായിരുന്നു. 2024 കഴിഞ്ഞ ഡിസംബർ 1-നല്ല, കഴിഞ്ഞ ജനുവരി 1-നല്ല ഈ വർഷം എന്തായിത്തീരുമെന്ന് പ്ലാൻ ചെയ്യണത്. നടക്കായികയൊന്നുമില്ല. പക്ഷെ സാധാരണക്കാർക്ക് പ്രാക്ടിക്കലി സംഭവിക്കുന്ന കാര്യമാണോ? സത്യസന്ധമായിട്ട് ഇത് ചിന്തിച്ചു നോക്കൂ. ആണോ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഉം 2025 എന്റെ ആസ്തിയും അല്ലെങ്കിൽ എന്റെ സാമ്പത്തിക സ്റ്റാറ്റസ് എന്തായിരിക്കണമെന്ന് 2015 ട്രെയിൻഡായി പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നടക്കാനുള്ള സാധ്യതയേക്കാൾ, അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യതയല്ലേ 2024 പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നത്? എന്തെല്ലാവരും സ്റ്റക്കായി പോയോ? തീർച്ചയായും സർ, തീർച്ചയായും ശരിയായി അല്ലേ? 2025 എന്റെ ആസ്തി എത്രയായിരിക്കണമെന്ന് നിങ്ങൾ 2024 കഴിഞ്ഞ വർഷം ജനുവരി 1-ന് പ്ലാൻ ചെയ്തതിനേക്കാൾ എത്രയോ മനോഹരമായിരുന്നു 2015 ജനുവരി 1-ന് 2025 പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ. നിങ്ങൾ 2015 നിങ്ങൾ പ്ലാൻ ചെയ്തത് 2015 എന്ന വർഷം എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് ഇത് എല്ലാവർക്കും ദഹിക്കില്ല, എല്ലാവരും ഉൾക്കൊള്ളില്ല എന്നെനിക്ക് ഞാൻ ചിന്തിച്ചു പോകുന്നു. പക്ഷെ ഇത് ദഹിക്കുന്ന ചിലരുണ്ടാവും, ഇത് മനസ്സിലാക്കുന്ന ചിലരുണ്ടാവും. അവർ ഉറപ്പായി നേടുകയും ചെയ്യും. അത് 1-2 പേരുടെ പേര് ഞാൻ പറഞ്ഞുതരാം, വേണ്ട. അത് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ചില ആളുകൾ നടക്കുന്നുള്ളത്. അപ്പൊ അങ്ങനെ നടത്തിയ ആളുകളെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇവിടെ അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന ചിലരെ ഞാൻ പറഞ്ഞുതരാം. ആ പേഴ്സണാലിറ്റി ഞാൻ നോക്കി വെച്ച പേഴ്സണാലിറ്റിയാണ് അസർട്ടീവ് പേഴ്സണാലിറ്റികൾ. ചില അസർട്ടീവ് പേഴ്സണാലിറ്റികൾ നമ്മൾക്കൊപ്പം ഉണ്ട്. അത് ഒരുപാടുണ്ട് കേട്ടോ. ബാക്കി പേര് പറയാത്തത് എന്റെ മാത്രം പിശകാണ്, എന്റെ പിഴവാണ്, എന്റെ നിരീക്ഷണം പോരായിക്കണം, അങ്ങനെ നിരീക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോ ഞാനങ്ങനെ നോട്ട് ചെയ്ത കുറച്ച് പേരുകൾ, പെട്ടെന്ന് നോട്ട് ചെയ്ത കുറച്ച് പേരുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഉത്തമൻ സാറ്. അദ്ദേഹം സമ്പന്നനെ ജനിച്ചു വരികയും അത്രയും സമ്പത്ത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. വിഷ്ണു, പിന്നെ രവീന്ദ്രൻ സാറ് പറയാതിരിക്കാൻ പറ്റില്ല. ഉത്തമൻ സാറ്, പിന്നെ അതുപോലെ തന്നെ ഇനി വിഷണറീസ് ഞാൻ പറയുന്നത് എന്റെ ലിസ്റ്റ് എനിക്ക് അതായത് നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. അത് എല്ലാവരുടെയും പേര് എനിക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട്, ഞാൻ നോട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അത് എന്റെ പിഴവ് സംഭവിച്ചു. ഞാൻ പക്ഷെ നിങ്ങൾക്ക് മാതൃക എന്നല്ല, ഒരു ഒന്ന് നോക്കി കാണാൻ വേണ്ടിയിട്ട്. ഉത്തമൻ സാറ്, നിഷാന്ത് സാറ്, അച്യുത്, രമേശൻ സാറ്, ലിജോ സാറ്, ജോസഫ് സാറ്. രാജാശങ്കറിനെ ഞാൻ പറയില്ല കേട്ടോ, രാജാശങ്കറിനെ ഞാൻ പറയില്ല. കാരണം രാജാശങ്കറിന് ഹൈ ഇന്റലിജന്റ് ആണ്, ഹൈ വിഷൻസ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഫോക്കസിലോ മറ്റോ എന്തോ എനിക്ക് ഒന്നുകൂടെ പേഴ്സണലായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഹൈ വിഷണറി ആണ്. അതുപോലെ തന്നെ മറ്റേ എന്താ പറയാ, നമ്മുടെ ശരൺ സാറിനെ ഞാനിപ്പം ശരൺ സാർ ഇവർ രണ്ടുപേരും കോടി നേടുക തന്നെ ചെയ്യും. പക്ഷേ എന്താ പറയാ, ആ ഒരു അസർട്ടീവ് പേഴ്സണാലിറ്റിയാണ് ഞാൻ പറയില്ല. അച്ചു സാറൊക്കെ ചെറിയ പ്രായമാണെങ്കിലും അച്ചു സാറിനൊക്കെ നമുക്ക് ഉത്തമൻ സാറിന് നിഷാന്ത് സാറിന്റെ ഒപ്പം കെട്ടാൻ പറ്റും. നിഷാന്ത് സാറ്, അച്യുത്, ഉത്തമൻ സാറ്, രമേശൻ സാറ്, ലിജോ സാർ എന്ന് പറയുന്നത് ഹൈ വിഷണറീസ് ആണ്.
രാജാശങ്കറിലും ശരൺ സാറിലും വിഷൻസ് ഉണ്ട്. പക്ഷെ ആ വിഷൻസ് നടപ്പാക്കാൻ ആവശ്യമായ ആർജവമുണ്ട്. പക്ഷെ എന്താ പറയാ, അതിനുള്ള ചില കാര്യങ്ങളോട് അവർ ഇനി ആർജിക്കേണ്ടതുണ്ട്. അത് എല്ലാവരും കൂടെ ആർജിക്കേണ്ടത്. പക്ഷേ നിഷാന്ത് സാറ്, എന്താ പറയാ, ഡോക്ടർ നിഷാന്ത് സാറ്, അച്യുത്, ഉത്തമൻ സാറ്, രമേശൻ സാർ തുടങ്ങിയവരൊക്കെ അവരൊക്കെ അതിനായി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരും ചെയ്യുന്നവരുമാണ്. രാജാശങ്കറും ശരണും ചെയ്യുന്നവരാണ്. പക്ഷെ ഇനിയും കുറെ ഡെവലപ്പ് ആവാനുള്ളതാണ് എന്റെ ഒരു നിരീക്ഷണം വന്നത് കേട്ടോ. അവരൊക്കെ അത് നേടുമെന്ന് ഉറപ്പുള്ള ലിസ്റ്റിലുള്ളവരാണ്. എല്ലാവർക്കും കഴിയും, അതൊക്കെ എല്ലാവർക്കും കഴിയും. അതിനെ നമുക്ക് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒന്നാമത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന വാക്ക് ഒറ്റ പോയിന്റ് പറയാം. ഒരു ലോങ് ടൈം വിഷൻ ഉണ്ടാവണം. ലോങ് ടൈം വിഷൻ ഉണ്ടെങ്കിൽ ഷോർട്ട് ടൈം വിഷൻ ഉണ്ടാകണം. ഷോർട്ട് ടൈം വിഷൻ ഇല്ലെങ്കിലും ലോങ് ടൈം വിഷൻ ഉണ്ടാകണം. ലോങ് ടൈം വിഷൻ ഇല്ലെങ്കിലും ഷോർട്ട് ടൈം വിഷൻ ഉണ്ടാകണം എന്ന് പറയാൻ കഴിയില്ല. വ്യത്യാസം മനസ്സിലാക്കുക. ലോങ് ടൈം വിഷൻ ഇല്ലെങ്കിലും ഷോർട്ട് ടൈം വിഷൻ ഉണ്ടാകണം എന്നത് പറയാൻ കഴിയില്ല. റോങ് ആണത്. ഷോർട്ട് ടൈം വിഷൻ ഇല്ലെങ്കിലും ലോങ് ടൈം വിഷൻ ഉണ്ടാകണം. അപ്പൊ പല ഷോർട്ട് ടൈം വിഷനുകളും അതിന്റെ അണ്ടറിൽ നേടിപ്പോകും. 100 കിലോമീറ്റർ യാത്ര എന്ന് ഉറപ്പിച്ചാൽ 1 കിലോമീറ്റർ ഓട്ടോമാറ്റിക്കലി താണ്ടിക്കോളും. 1 കിലോമീറ്റർ യാത്ര ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ നടന്നോളുന്നില്ല. അത്ര ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ പോലും വിഷന്റെ കാര്യത്തില് ലോങ് ടൈം വിഷൻ മാൻഡേറ്ററി, കമ്പൽസറി ഉണ്ടാകണം. ആ ലോങ് ടൈം വിഷൻ ഇല്ലാത്തതാണ് പലർക്കും ഷോർട്ട് ടൈം വിഷനും നേടാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം. ശക്തമായ ലോങ് ടൈം വിഷൻ പ്ലാൻ ചെയ്താൽ ഷോർട്ട് ടൈം വിഷൻസ് അതിന്റെ ഉപോൽപ്പന്നങ്ങളായി നടന്നുകൊള്ളും. നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയുമോ ഇല്ല നിങ്ങൾ നോക്കണ്ട, പ്ലാൻ ചെയ്താൽ മതി. നടപ്പാക്കാൻ കഴിയുമോ ഇല്ല ചിന്തിക്കണ്ട. നമുക്ക് നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങളുടെ അറിവില്ലാത്തത് കൊണ്ടാണ്. ഒരു കപ്പിത്താൻ ഇവിടുന്ന് കപ്പലെടുക്കുന്നത് അക്കരെ കണ്ടുകൊണ്ടല്ല, അങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് വരുന്ന തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി മാപ്പ് നോക്കിക്കൊണ്ട് മഞ്ഞുമല എവിടെയുണ്ട്, മറ്റേ അല്ലെങ്കിൽ സൈക്ലോൺ എവിടെയുണ്ട്, അല്ലെങ്കിൽ മറ്റേ അല്ലെങ്കിൽ എന്താ പറയാ പ്രകൃതി അല്ലെങ്കിൽ എന്താ പറയാ കടലിലെ ബുദ്ധിമുട്ടുകൾ എവിടെയുണ്ടെന്നൊക്കെ നോക്കി മനസ്സിലാക്കി അതനുസരിച്ച് യാത്ര കൊണ്ട് പോവുകയാണ് അങ്ങോട്ട്. എന്നതുപോലെ നേടാൻ കഴിയില്ല എന്നങ്ങോട്ട് മുൻപ് ചിന്തിക്കേണ്ട. എന്തും നേടാൻ കഴിയും, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആരും മെന്റലി റിട്ടാർഡോ തലച്ചോറിന് ക്ഷതമുള്ളവരോ അല്ല. ഈ രണ്ടു കൂട്ടൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഏത് ലക്ഷ്യവും നേടാൻ കഴിയും. നിങ്ങൾക്കും 100% കഴിയും. അപ്പൊ നിങ്ങൾ ഇനി അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ലോങ് ടൈം വിഷൻ ഉണ്ടാവണം. അതിന് മുൻപിലത്തെ അതിന്റെ ബേസിക് പോയിന്റ്, നിങ്ങൾ അതിസമ്പന്നരെ കുറിച്ച്, നിങ്ങൾ സമ്പന്നരാവാൻ ആഗ്രഹിക്കുന്ന അതിസമ്പന്നരുടെ ചില ചര്യകളെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ പറയുമ്പോഴെന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന്റെ ബേസിക്. രണ്ടാമത്തെ ലോങ് ടൈം വിഷൻ ഉണ്ടാകണം. അടുത്തത് ഡ്യൂട്ടി ചെയ്യുന്നതിനുള്ള പ്രതിഫലമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. എന്താണ് ഡ്യൂട്ടി? സമ്പത്തുണ്ടാക്കാൻ ആവശ്യമായ പ്രോസസ്സുകൾ ചെയ്യുക എന്നുള്ളതാണ് സമ്പത്ത് ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി. സമ്പത്ത് ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി എന്തെന്നാൽ സമ്പത്ത് ആർജിക്കാൻ ആവശ്യമായ പ്രോസസ്സുകൾ നടപ്പാക്കുക എന്നുള്ളതാണ്. ഇവിടെ പലരും സമ്പത്ത് ആർജിക്കാൻ ആഗ്രഹിക്കുന്നു, വലിയ ലക്ഷ്യവുമിടും, പക്ഷെ പ്രോസസ്സ് മാത്രം ചെയ്യില്ല, ഡ്യൂട്ടി ചെയ്യില്ല. അതാണ് ഡ്യൂട്ടി. സമ്പത്ത് ആർജിക്കാൻ ആവശ്യമായ പ്രോസസ് എന്താണോ അത് ഇമോഷൻസ് ഇല്ലാതെ യന്ത്രം പോലെ നടപ്പാക്കിക്കൊണ്ടേ പോകണം. അവിടെ അമ്മയുടെ വാക്ക്, അച്ഛന്റെ വാക്ക്, മകളുടെ വാക്ക്, പെങ്ങളുടെ വാക്ക്, സുഹൃത്തിന്റെ വാക്ക്, നാട്ടുകാരുടെ വാക്ക് കേൾക്കരുത്. ജീവിതത്തിൽ പരാജയപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരാം. മറ്റു മനുഷ്യരെ എല്ലാം തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക. അതിസമ്പന്നനാവാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഈ കാര്യം പാലിച്ചേ മതിയാവുള്ളൂ. അത് നിങ്ങൾ മാസ് ഹിസ്റ്റീരിയ, പൊതുജനത്തിന്റെ വാക്കുകൾ കേൾക്കുന്നു, TV മാധ്യമങ്ങൾ നടക്കില്ല, കഴിയില്ല, ഒതുങ്ങിക്കോന്നോ, ഒരിക്കലും കേൾക്കരുത്. അവനവനെ ചിന്തിക്കുക, അവനവന്റെ നിലപാടെടുക്കുക, ലോകത്തേക്ക് കണ്ടുറന്ന് കാണുക. വിജയികൾ എന്താണ് ചെയ്തത്? സാമ്പത്തിക വിജയികളും ലോകത്തിലെ വിജയികൾ ആ വിജയിക്കാനായി എന്താണ് അവർ ചെയ്ത പ്രോസസ് എന്നുള്ളത് കണ്ടുറന്ന് കാണുക. അത് പിന്നെ മറ്റാരുടെയും അഭിപ്രായത്തിനും മറ്റാരുടെയും വാക്കുകൾക്കും 5 നയാ പൈസ വില കൊടുക്കാതെ അവനവന്റെ തീരുമാനത്തിന് ഉറച്ച വില കൊടുത്തുകൊണ്ട് ആ പ്രോസസ് നടപ്പാക്കുക. അതാണ് ഡ്യൂട്ടി. ആ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ് ആ 2% ധനിക ഗണത്തിലെത്തുക എന്നുള്ള ആ ലക്ഷ്യപ്രാപ്തി നടപ്പാകുന്നത്. ഡ്യൂട്ടി ചെയ്യുന്നതിന് കിട്ടുന്ന റിവാർഡാണ് സമ്പത്ത് എന്ന് പറയുന്നത്. എന്താണ് ഡ്യൂട്ടി? ആ സമ്പത്ത് ആർജിക്കാൻ ആവശ്യമായ പ്രോസസ് നടപ്പാക്കലാണ് ഡ്യൂട്ടി. ആ പ്രോസസ് നടപ്പാക്കാതെ സമ്പത്ത് ആർജിക്കാമെന്ന് കരുതുന്നത് മിഥ്യാബോധമാണ്. വിത്തിടാതെ വിളവ് ആഗ്രഹിക്കുന്നത് പോലെയാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള 2-3 കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് പറഞ്ഞുതരാം. ഒന്നാമത്
നിങ്ങൾ ഇനി 2025 എന്ത് ചെയ്യണം? ഇനി നിങ്ങളുടെ ആശയം അതാണെങ്കിൽ 2025 എന്ത് ചെയ്യണം, 2035 വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളത് തീരുമാനിച്ച് പ്ലാൻ ചെയ്യണം. എങ്ങനെ തീരുമാനിക്കണം എന്നറിയാമോ? ഒരു ദിവസം മാറ്റി വെച്ച് ചിന്തിക്കണം. ഒരു വർഷക്കാലം, അടുത്ത ഒരു വർഷം ഞാൻ എന്ത് നേടണം, അല്ലെങ്കിൽ എന്ത് നേടരുത്, എന്ത് നേടണം, അത് നേടാനായി ഞാൻ എന്തെല്ലാം ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പ്ലാൻ ചെയ്യണം, എന്ത് പ്രോസസ് ചെയ്യണം. അതല്ലാതെ അഴകുഴമ്പൻ ലൈഫുമായി പോയിട്ട് ആ 2% വിജയികൾ നേടിയ നേട്ടം നേടാമെന്ന് കരുതിയാൽ മൗഢ്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇനി നമുക്ക് വീണ്ടും 10% വരാം. നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഇന്നലെ വരെ നമ്മൾ കൊണ്ടു നടന്ന അഴകുഴമ്പൻ രീതികളുമായി മുന്നോട്ട് പോയിട്ട് ആ 10% വിജയികൾ, അതായത് അവർക്ക് വിജയിക്കാൻ ആവശ്യമായ പ്രോസസ്സുകൾ കരുത്തുറ്റ മനസ്സോടെ നടപ്പാക്കി വിജയം നേടിയ ആ 10% വിജയ ഗണത്തിൽ ഞാൻ എന്റെ ഈ അഴകുഴമ്പൻ നയവുമായി പോയിട്ട് എത്തണമെന്ന് തീരുമാനിക്കുന്നത് മൗഢ്യമാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കഴിയില്ല മക്കളെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം മാറ്റിവെച്ച് ചിന്തിക്കണം. അത് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. കൽപ്പണിക്കാരനായിരുന്ന സമയത്ത്, വിദ്യാഭ്യാസം നിർത്തി കൽപ്പണിക്കാരനായിരുന്ന സമയത്ത് 3 ദിവസം മാറ്റി വെച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ, എന്റെ ഭാവിയിൽ ഞാൻ ആരാകണമെന്ന് 3 ദിവസം മാറ്റി വെച്ച് ചിന്തിച്ച വിജയൻ എന്ന പയ്യന്റെ ആ ചിന്തയുടെ ഫലമാണ് പി വിജയൻ IPS. 8ാം ക്ലാസ്സിന് ശേഷം അദ്ദേഹം സ്കൂളിൽ പോയിട്ടില്ല, പക്ഷെ IPS നേടി. അതിനുശേഷം അദ്ദേഹം പ്രൈവറ്റ് ആയിട്ട് പഠിച്ച് ഗ്രാജുവേഷൻ എടുക്കുകയും അദ്ദേഹം IPS എഴുതുകയും സിവിൽ സർവീസിൽ IPS നേടുകയും ചെയ്തു. അത് പഠിത്തം നിർത്തി കൽപ്പണിക്കാരനായി ജീവിക്കുന്ന സമയത്ത് 3 ദിവസം മാറ്റി വെച്ച് ചിന്തിച്ച വലിയൊരു ഫലമാണ്. 10ാം ക്ലാസ് പരീക്ഷ തോറ്റു പോകുമെന്ന് എല്ലാവരും വിധി എഴുതിയ സ്വയം തന്നെ ഞാൻ തോൽക്കുമെന്ന് ഉറപ്പിച്ച മണ്ടൻ അൽഫോൻസ് എന്ന പയ്യൻ ആ 10ാം ക്ലാസ് പരീക്ഷാ റിസൾട്ട് കിട്ടിയപ്പോൾ ജസ്റ്റ് 210 പാസ് മാർക്ക് കിട്ടി പാസ്സായ ആ ദിവസം, ആ ഒരു ദിവസം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ആ ഒരു ദിവസം മാറ്റി വെച്ച് ചിന്തിച്ചതിന്റെ ഫലമാണ് അൽഫോൻസ് കണ്ണന്താനം IAS. ഞാൻ പറയുന്നുണ്ടെന്ന് ജാതി മത രാഷ്ട്രീയം നിങ്ങൾ നോക്കണ്ട, അവരുടെ ലൈഫിൽ വിജയിച്ചെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പം ഒരു ദിവസം മാറ്റി വെച്ച് നിങ്ങൾ ചിന്തിക്കുക. ഒരു ദിവസം നിങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന്, എന്ത് പ്ലാൻ ചെയ്യണം 2025, 2035, 2035 ഞാൻ ഉന്നമറ്റ ലക്ഷ്യം നേടുവാനായി, 2025 എന്റേതാക്കി മാറ്റുവാനായി ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഞാൻ ആ വിജയികൾ ചെയ്യുന്ന പ്രോസസ് ചെയ്യുന്ന വ്യക്തിയാണോ, എനിക്കുള്ള ആർജവും ഉണ്ടോ, ഒന്നുകൂടെ ഉയരേണ്ടതില്ലേ, അങ്ങനെ ചിന്തിക്കാനായി ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് മാറ്റി വെച്ച് ചിന്തിക്കാനായി ഒരു ദിവസം മാറ്റി വെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ 2025 നിങ്ങളുടേതാവും, 2035 നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടാൻ കഴിയും. ഇനി ഒരു ദിവസം കഴിയില്ല എങ്കിൽ അര ദിവസമെങ്കിലും മാറ്റി. അല്ലാതെ നമ്മൾ ഈ നടക്കുന്ന ഇടയ്ക്കും ഇരിക്കുന്ന ഇടയ്ക്കും പത്രമായി TV കാണുന്ന ഇടയ്ക്കും പള്ളി നിൽക്കുന്ന ഇടയ്ക്കും ചിന്തിച്ചാൽ പോരാ. ഏകാന്തമായ സ്ഥലത്ത് പോയിരുന്നു, വല്ല അമ്പലത്തിലോ പള്ളിയിലോ ഇത്തികാഫോ മസ്ജിദിലോ അമ്പലത്തിലോ പള്ളിയിലോ വല്ല ആൽത്തറയിലോ വല്ല ഗ്രൗണ്ടിലോ വല്ല എന്താ പറയാ വല്ല മൈതാനത്തോ എവിടെയെങ്കിലും ഒരു 1/2 ദിവസം വെള്ളവും ഭക്ഷണവും കയ്യിൽ കൊണ്ടുപോയിട്ടോ വല്ല ഹോട്ടൽ ലോഡ്ജ് മുറി എടുത്തോ എവിടെയെങ്കിലും ഒരു അര ദിവസം. ഇനി അര ദിവസം കഴിഞ്ഞ് നമ്മൾ ലേഡീസ് 2 മണിക്കൂറെങ്കിലും 2 മണിക്കൂറെങ്കിലും അവനവന്റെ മുറിക്കുള്ളിലോ ടോയ്ലറ്റിലോ എങ്കിലും 2 മണിക്കൂറെങ്കിലും മാറ്റിവെച്ച് ആ ഒരു പ്രോസസ്സിനായി മാത്രം മൊബൈൽ ഫോൺ മറ്റെല്ലാ കാര്യങ്ങളും സ്വിച്ച് ഓഫ് ചെയ്ത് 2 മണിക്കൂറെങ്കിലും മിനിമം 2025 ഞാൻ എന്ത് നേടണം, അതിനായി ഞാൻ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് വരുത്തണമെന്ന് നിങ്ങൾ ശക്തമായി 2 മണിക്കൂർ ആ ചിന്തകളിൽ മാത്രം, ചിലപ്പോൾ കാട് കയറി പറ്റോട്ടെ, ആ 2 മണിക്കൂർ മാറ്റിവെച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് വിളിക്കുക. ലൈഫ് ചേഞ്ച് ആകുന്ന ചില ഡിസിഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഒരു ദിവസം മാറ്റി വെച്ചിട്ട് എന്നെ വിളിക്കുക, അര ദിവസം മാറ്റി വെച്ചു, 2 ദിവസം മാറ്റി 2 മണിക്കൂർ മാറ്റി വെച്ചവർക്ക് എന്തെങ്കിലും പ്രകടമായ മാറ്റം ഫീൽ ചെയ്താൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തോളൂ. സന്തോഷമുള്ള മെസ്സേജ്, പേഴ്സണൽ മെസ്സേജ് ഒക്കെ ഇടാം. അപ്പം അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ 2025 ചുമ്മാ അങ്ങോട്ട് ഇന്നത് കേട്ടതിന് ശേഷം നാളെ നമ്മുടെ ദൈനംദിന ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ചിന്തിച്ചു വരുന്ന ചിന്തകൾ മതിയോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അത് പോരാ. നമ്മൾ 2025 പ്ലാൻ ചെയ്യുന്നു, 2035 പ്ലാൻ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ നടക്കുന്നു, ബസ്സിലിരിക്കുന്നു, ഡ്രൈവ് ചെയ്യുന്നു, അതിനിടയിൽ എപ്പോഴെങ്കിലും തീരുമാനിച്ചാൽ പോരാ. ഒരു ദിവസം മാറ്റിവെച്ചാൽ ലൈഫ് ചേഞ്ച് ആകും മസ്റ്റ്. അര ദിവസം മാറ്റിവെച്ചാൽ ലൈഫ് ചേഞ്ച് ആകും മസ്റ്റ്. 2 മണിക്കൂറെങ്കിലും മാറ്റിവെച്ചാൽ ലൈഫ് ചേഞ്ച് ആകും. അത് നിങ്ങൾ ഈ 1-ാം തീയതിക്കുള്ളിൽ എപ്പോഴെങ്കിലും സമയം കണ്ടെത്താൻ ശ്രമിക്കുക. അതൊക്കെ ചെയ്യണം. നമ്മൾക്ക് പ്രയോറിറ്റി കൊടുക്കാത്തത് കൊണ്ടാണ്. ഭയങ്കര തിരക്കാ. നടന്നിട്ട് കാര്യമില്ല, നായിക്കിരിക്കാൻ നേരമില്ലെന്നാണ് ഞങ്ങൾ പാലക്കാട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ മഴ മൂർച്ച കൂട്ടണമെന്ന് പാലക്കാട് അച്ചായമാരെ വ്യക്തമായി ഞങ്ങൾ ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുന്നതാണ്. അത് പ്രത്യേകം എന്റെ മുത്തശ്ശി എപ്പോഴും പറഞ്ഞതാണ്, നടന്നിട്ട് കാര്യമില്ല, നായിക്കിരിക്കാൻ നേരമില്ല എന്ന രീതിയിൽ തിരക്കിട്ടോടണ്ട, ഓരോ കാര്യങ്ങൾ വ്യക്തമായി പ്ലാൻ ചെയ്ത് വെൽ സ്റ്റഡീഡ് ആയിട്ട് ഇറങ്ങി തിരിക്കൂ എന്നൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുന്നതാണ്. അതാണ് ഞങ്ങളെ പഠിപ്പിക്കുന്ന വാചകമാണ്. നടന്നിട്ട് കാര്യമില്ല, നായിക്കിരിക്കാൻ നേരമില്ല. സ്വയം ചിന്തിക്കുക, വേണ്ട തീരുമാനം കൈക്കൊള്ളുക. അടുത്തത്
നിങ്ങളുടെ മൈൻഡിനെ മൂർച്ച കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഈ 2025 എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ചില ബ്രെയിൻ ജിം എക്സർസൈസുകൾ കൂടെ ഉൾപ്പെടുത്തുക. ഒരു 5 മിനിറ്റ് സമയമെങ്കിലും മെനക്കെടുത്ത് ചില ബ്രെയിൻ ജിം എക്സർസൈസുകൾ എല്ലാ ദിവസവും നിങ്ങൾ നമ്മുടെ ബ്രെയിനിന് മൂർച്ച കൊടുക്കും. നിങ്ങൾക്ക് പസിൽസ് കളിക്കാം. ദി ഹിന്ദുവിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ ബാലരമയിലോ വരുന്ന പസിൽസ് കളിക്കാം. അങ്ങനത്തെ കടങ്കഥകള്, പസിൽസ്, നമ്മുടെ ബ്രെയിനിന് മൂർച്ച കൂട്ടാൻ വേണ്ടിയുള്ള ബ്രെയിൻ ജിം എക്സർസൈസ് എന്ത് ബാലിശമായ സംഗതി മതി. പിന്നെ അല്ലെങ്കിൽ മുറിക്കകത്ത് കണ്ണടച്ച് നടക്കുക. നമുക്ക് പരിചയമുള്ള മുറിക്കകത്ത് കണ്ണടച്ച് നടക്കുക. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഷാർപ്പ് ആക്കാനുള്ള, അല്ലെങ്കിൽ പിന്നോട്ട് നടക്കുക, മുറ്റത്ത് പിന്നോട്ട് നടക്കുക, പിന്നോട്ട് മുന്നോട്ട് മാറി മാറി നടക്കുക. പിന്നെ നെറ്റിൽ സെർച്ച് ചെയ്യുക പല ബ്രെയിൻ ജിം എക്സർസൈസ്. അതായത് വലം കൈ വലത്തോട്ട് കറക്കിക്കൊണ്ട് ഇടം കൈ ഇടത്തോട്ട് കറക്കുക. അത്ര എളുപ്പമല്ല, അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നടക്കുകയല്ല, വലം കൈ വലത്തോട്ട് കറക്കുക, ഇടം കൈ ഇടത്തോട്ട് കറക്കുക. അത് പറ്റുകയില്ല, ഭയങ്കര. അപ്പൊ അത്രയും അത് ഹാർഡാണ്. അങ്ങനെയൊക്കെ അവനവനാൽ കഴിയുന്ന ചില ബ്രെയിൻ ജിം എക്സർസൈസുകൾ ഈ 1-ാം തീയതി മുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് മുടങ്ങി പോകുന്ന കേസൊന്നുമല്ല. പിന്നെ ചെറിയൊരു ഫിസിക്കൽ എക്സർസൈസ്, നടപ്പോ ജോഗിങ്ങോ നീന്തലോ, എന്തെങ്കിലും ഡൈനാമിക് എക്സർസൈസ്. ജിംനേഷ്യം പോലുള്ളത് പോരാ കേട്ടോ. ജിംനേഷ്യം പോലുള്ളത് ഒരിക്കലും ഒരു മൈൻഡ് ബ്രെയിൻ ജിം എക്സർസൈസ് ആവുന്നില്ല. എന്ത് ഡൈനാമിക് എക്സർസൈസുകളും, അതായത് നമ്മൾ ബോഡി ഫുള്ളി എപ്പോഴും ഒരേ ചലനങ്ങൾ തുടരുന്ന എക്സർസൈസ്, നടപ്പ്, നീന്തല്, റണ്ണിങ്, ജോഗിങ്, സ്കിപ്പിംഗ് തുടങ്ങിയ എന്തെങ്കിലും ഒരു എക്സർസൈസ് ഒരു 20 മിനിറ്റെങ്കിലും. അത് ബോഡി ഫിറ്റ്നസിന് വേണ്ടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്രെയിനിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ടാവും. അത് നടക്കുമെങ്കിൽ ചെയ്യുക. ഒന്നുകൂടെ ആവർത്തിക്കാം. 2 മണിക്കൂറെങ്കിലും അര ദിവസമെങ്കിലും മാറ്റിവെച്ച് ചിന്തിക്കുക. രണ്ടാമത്, എന്തെങ്കിലും ബ്രെയിൻ ജിം എക്സർസൈസുകൾ ഡെയിലി ജീവിതത്തിന്റെ ഭാഗമാക്കുക. രാവിലെ നമ്മൾ പല്ല് തേക്കുക, കുളിക്കുക, വ്യായാമം ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡെയിലി പോലെ. അത് നിങ്ങൾ എന്തെങ്കിലും അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് വിജയികൾക്ക് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഷാർപ്പ് ആക്കാൻ വേണ്ടി സഹായിക്കും. എന്തെങ്കിലും ബ്രെയിൻ ജിം എക്സർസൈസ് നെറ്റിലൊക്കെ നിങ്ങൾ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്നവരാണല്ലോ. അപ്പൊ നിങ്ങൾ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുന്നവരുടെ അതിനകത്ത് ബ്രെയിൻ ജിം എക്സർസൈസ് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ബ്രെയിൻ ജിം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ബ്രെയിൻ ജിം എക്സർസൈസ് ഒരു 10 മിനിറ്റ് ഡെയിലി ചെയ്യുക. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ചെയ്യുക. ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അതൊന്ന്. പിന്നെ അടുത്തത്, മാർവാടികള്, മൻസ മൂസ, അബുദാബി രാജകുടുംബം, ലോകത്തൊരൊറ്റ ദരിദ്രൻ പോലും ഇല്ലാത്ത മാർവാടികൾ എല്ലാം ചെയ്തൊരു കാര്യമാണ്. അത് മുൻപ് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. 3 ദിവസത്തെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. സാമ്പത്തിക കാര്യം മാത്രമല്ല, 3 ദിവസത്തെ നമ്മുടെ ആക്ടിവിറ്റീസ് മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. നാളെ എന്താണ് എന്റെ പ്ലാൻ, മറ്റന്നാളെ എന്താണ് എന്റെ പ്രോഗ്രാംസ്, അതിന് പിറ്റേന്ന് എന്താണ് എന്റെ പ്രോഗ്രാംസ്. മിനിമം 3 ദിവസത്തെ കാര്യങ്ങളെങ്കിലും പ്ലാൻ ചെയ്ത് നടപ്പാക്കണം. 3 ദിവസത്തെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നവൻ 1000 വർഷത്തേക്ക് ധനികനായിരിക്കും എന്ന് അഥർവവേദവും ഋഗ്വേദവും ഒരുപാട് പറയുന്നു. ഹദീസുകളിൽ അത് പറയുന്നുണ്ട്. ഖുറാനിലുണ്ടോ എന്ന് ഖുറാനാണോ എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് തെറ്റായി പോകരുത്. ഏതായാലും ഖുറാനിലോ സ്വഹീഹായ ഹദീസുകളിലുണ്ട് 3 വർഷത്തെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് 1000 വർഷത്തേക്കുള്ള സമ്പത്ത് നേടണമെന്നാണ് പറയുന്നത്. അത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 1000 വർഷത്തേക്ക് നിങ്ങൾക്ക് നേടണമെന്നും, ആത്മീയ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അടുത്ത നിമിഷം മരണപ്പെട്ടേക്കാമെന്ന് കരുതണമെന്നും, 3 ദിവസത്തെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിക്കൊണ്ട് പോകണമെന്നും ഹദീസുകളില് സ്വഹീഹായ ഹദീസുകൾ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അത് പല പൗരാണിക ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. മാർവാടികളും അബുദാബി രാജകുടുംബവും മൻസ മൂസയും ഒക്കെ അനുവർത്തിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാം, എല്ലാ ധനികരും അനുവർത്തിക്കുന്നതാണ്. എല്ലാ ധനികരും 3 ദിവസം ഒന്നും അല്ല കേട്ടോ. ഇപ്പൊ യൂസഫ് അലി സാറൊക്കെ ആണെങ്കിൽ 1 വർഷത്തെയോ 3 വർഷത്തെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹമൊക്കെ 1000 വർഷത്തേക്ക് സമ്പത്ത് സമ്പാദിക്കുന്നതും. അപ്പൊ നിങ്ങള് മിനിമം, ഇപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിൽ പലപ്പോഴും 1 മന്ത് പ്ലാൻ ചെയ്യാറുണ്ട്. 1 മന്തും 2 മന്തും പ്ലാൻ ചെയ്യാറുണ്ട്. കലണ്ടറിൽ പ്ലാൻ ചെയ്തത് 1 മന്ത് 2 മന്ത് ഞങ്ങൾ പ്ലാൻ ചെയ്യും. ഞാൻ സന്തോഷ് സാർ, നീസ് സാറൊക്കെ ഞങ്ങൾ ഒരു 1 മന്ത് 2 മന്ത് പ്ലാൻ ചെയ്യും. അപ്പം 3 ദിവസത്തെ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഇതുവരെ ചെയ്യാത്തവരുണ്ടെന്ന് പറയാമോ? അതായത് നേരം വെളുത്ത് എണീറ്റതിന് ശേഷം, അല്ലെങ്കിൽ തലേന്ന് മാത്രം നാളെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നേരം വെളുത്തതിന് ശേഷം അത് എന്ത് ചെയ്യണം തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പറയാൻ മടിയില്ലെങ്കിൽ. യെസ്, അങ്ങനെയാണ് സാർ. ഉണ്ട് സാർ, ഉണ്ട്. അങ്ങനെയാണ് ഇതുവരെ. ഇന്നത്തെ കാര്യം നാളെ ചെയ്യാന്ന് പ്ലാൻ ചെയ്യും. അത് ഒട്ടും പാടില്ല. അപ്പൊ ഈ പോയിന്റ് പറഞ്ഞത് ഗുണകരമായവരുണ്ടെന്ന് കരുതുന്നു ഈ ക്ലാസ്സിലല്ലേ? ഗുണകരമാണ്. തീർച്ചയായും സാറേ, ഗുണകരമാണ്. നമ്മൾ ഈ 3 ദിവസത്തെ പ്ലാനിങ് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം. ഒരു പരിപാടിയില്ല. മിനിമം 3 ദിവസത്തെ കാര്യം മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. എന്നിട്ട് വേണ്ട മാറ്റം വേണ്ടി ഒന്ന് വരുത്താം കേട്ടോ. പക്ഷെ ഒരിക്കലും ഇപ്പൊ 3 ദിവസത്തെ കാര്യം പ്ലാൻ ചെയ്തു, അത് ഞാൻ ഇനി ഒരു ക്ലാസ്സിൽ കൊണ്ടുവരും പറഞ്ഞുതരാം. അതൊന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇന്നിപ്പോ നമുക്ക് 3 ദിവസത്തെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ് 2025 to 2035 വരെ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഇനി കാര്യങ്ങൾ, അതായത്
അതുപോലെ തന്നെ ഒരിക്കലും പ്രോബ്ലം മൈൻഡഡ് ആകരുത്. ധനികൻ എല്ലാ പ്രശ്നങ്ങളിലും ഒരു അവസരം കണ്ടെത്തുന്നു, ദരിദ്രൻ എല്ലാ അവസരങ്ങളിലും ഒരു പ്രശ്നം കണ്ടെത്തുന്നു. നിങ്ങൾ ഒരിക്കലും പ്രോബ്ലം മൈൻഡഡ് ആവരുത്. പിന്നെ ലോകത്ത് നിങ്ങൾ കാണുന്ന കാര്യങ്ങളെ അവഗണിക്കാതിരിക്കുക. കാണുന്ന കാര്യങ്ങളെ നിങ്ങൾക്കറിയാം, മെസ്സി കരിയറിൽ മൊത്തം അദ്ദേഹത്തിന്റെ കോച്ചിനൊപ്പമാണ്. നമ്മൾ കാണുന്ന കാര്യമാണ്, ഒരു തർക്ക വിഷയമല്ല. വാറൻ ബഫറ്റ് അദ്ദേഹത്തിന്റെ കോച്ചിന്റെ ടീമിനൊപ്പമാണ്. വാറൻ ബഫറ്റ് അദ്ദേഹത്തിന്റെ കോച്ചിനൊപ്പം ടീമിനൊപ്പമാണ്. മെസ്സി അദ്ദേഹത്തിന്റെ കോച്ചിനൊപ്പമാണ്, ടീമിനൊപ്പമാണ്. രാകേഷ് ചുഞ്ചുൻവാല തന്റെ മരണം വരെയും കോച്ചിനൊപ്പമായിരുന്നു, ടീമിനൊപ്പമായിരുന്നു. നിങ്ങൾ എത്ര പേര് കോച്ചിനൊപ്പം നിലനിൽക്കാൻ തയ്യാറാകും? 3000 രൂപ മന്ത്ലി മുടക്കണം. മാസ്റ്റേഴ്സ് ലെവലിലേക്ക് വരും മക്കളെ. 3 വർഷക്കാലം ഏത് മേഖലയും കരിയറാക്കി വിജയിച്ചവർ 3 വർഷക്കാലമെങ്കിലും കണ്ടിന്യൂലി പരിശീലനം തുറന്നവർ തന്നെയാണെന്നുള്ളത് ലോകത്ത് നോക്കിയേക്കണം. അത് നമുക്ക് പറയാനുള്ള കാര്യമല്ല. സാർ ബാക്കി എന്തെങ്കിലും പറ. മാസ്റ്റേഴ്സ് ക്ലബ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. സ്റ്റോപ്പ് ചെയ്യാൻ മീൻസ് ഇപ്പോഴുള്ളവരെ പലർക്കും വോയിസ് മനസ്സിലായില്ല. മാസ്റ്റേഴ്സ് ക്ലബിലേക്കുള്ള എൻട്രി സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഇല്ല. പലരും ഞാൻ പിന്നെ സാറേ പിന്നെ അടുത്ത മാസം ജോയിൻ ചെയ്യാം. ഈ മാസ്റ്റേഴ്സ് ക്ലബ് ഇപ്പോഴുള്ളവരെ വാർത്തെടുക്കുക എന്നാണ് ഇനി ഞങ്ങൾ മുന്നോട്ട്. ഞങ്ങൾ വെൽ പ്ലാൻഡ് ആണ്. മാസ്റ്റേഴ്സ് ക്ലബ്ബ് ഇനി എൻട്രി ചൊവ്വാഴ്ച വരെ കൂടിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ പഴയ ഫീസിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞത്. 1 ലക്ഷം രൂപയെ ഫീസ് ഉള്ളൂ. 3 വർഷക്കാലത്തേക്ക് 1 ലക്ഷം രൂപ ഫീസ് എന്ന് പറയുമ്പോൾ 2777 രൂപ മാസമുള്ളൂ. നമുക്കത് ഒന്നരയാക്കിയത് 1 ലക്ഷം രൂപയാക്കി മാറ്റിയിട്ടു വീണ്ടും. ഇപ്പൊ 1.5 അടച്ച് ജോയിൻ ചെയ്തവർക്കും ആ 1 ലക്ഷം കണക്കാക്കിയാൽ മതി. അവർ 4 ഗഡു അടക്കം 25,000 ആണ് ഇപ്പോൾ അടയ്ക്കേണ്ടത്. അപ്പൊ ജസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 25,000. ആ മെസ്സി കോച്ചിനും ടീമിനും ഒപ്പമായിരുന്നു, അത് നമുക്കറിയാം. വാറൻ ബഫറ്റ് കോച്ചിനും ടീമിനും ഒപ്പമായിരുന്നു, അത് നമുക്ക് എല്ലാവരെയും നമുക്ക് അറിയാൻ കഴിയില്ല. നമുക്ക് അറിയാൻ കഴിയുന്ന വിജയികളെല്ലാം. രാകേഷ് ചുഞ്ചുൻവാല തന്റെ മരണം വരെയും കോച്ചിനും ടീമിനും ഒപ്പമായിരുന്നു. ഞാനോ എനിക്ക് അതൊക്കെ ഇല്ലാതെ വിജയിക്കാൻ കഴിയും. അങ്ങനെ ചിന്തിക്കാതെ ന്യായമായ കാര്യങ്ങൾ ലോകത്ത് നോക്കി കാണാൻ കഴിയുന്ന ചിന്തിക്കാനുള്ള ശേഷിയും സാഹചര്യമില്ല. വേണമെങ്കിൽ ചക്ക വേരുമേലും കഴിക്കും. അതിനെക്കാട്ടിൽ അത്യാവശ്യമെന്ന് നമ്മൾ അതിനപ്പുറം നടപ്പാക്കും. അപ്പൊ ഇത് അത്യാവശ്യമായി മുൻഗണന പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പിന്നെ 100 ന്യായീകരണങ്ങൾ ഒഴിവൊഴിവുകളും അതൊക്കെ മാറ്റിവെക്കണം. അതൊക്കെയാണ് അതാണ് ഡ്യൂട്ടി. അതാണ് ഞാൻ പറഞ്ഞത്. വിജയത്തിനായുള്ള പ്രോസസ്സിനെ നേരത്തെ പറഞ്ഞത്. എന്താണ് വിജയത്തിനുള്ള പ്രോസസ്? നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. എന്താണ് വിജയത്തിനായി ചെയ്യാനുള്ള പ്രോസസ്? പരിശീലനം, പരിശീലനം, പരിശീലനം. അത് മാത്രമാണ് ഏതൊരു വിജയിയെയും വാർത്തെടുക്കുന്ന ഏറ്റവും വലിയ ഘടകം. ഒരു 3 വർഷക്കാലം താൻ ലക്ഷ്യമിടുന്ന മേഖലയിൽ പരിശീലിക്കാൻ തയ്യാറല്ല എങ്കിൽ എങ്ങനെയാ ആ വിജയിച്ച 10% ആളുകൾ മാത്രം വിരാജിക്കുന്ന ആ ഗണത്തിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയും? അത് സ്വയം ചിന്തിക്കുക. അപ്പോ ദീപോ ഭവ. സ്വയം വഴികാട്ടിയാവുക, സ്വയം ചിന്തിക്കുക. അപ്പോ ഈ ചൊവ്വാഴ്ച വരെ കൂടിയേ മാസ്റ്റേഴ്സ് ക്ലബ്, അതായത് മാസ്റ്റേഴ്സ് ക്ലബിന്റെ ഷട്ടർ അടയ്ക്കുകയാണ്. മാസ്റ്റേഴ്സ് ക്ലബ് പ്രവേശനം കാരണം 170ഓളം ടീമുണ്ട്. ഇപ്പം ആ 170 പേരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇനി ഉന്നമിടുന്നത്. കാരണം ഇപ്പം കുറച്ചുകൂടെ അത്രയും പേര് ഈ ചൊവ്വാഴ്ച വരെ ഇവിടെ ജോയിൻ ചെയ്തവർക്ക് ഇനി മാസ്റ്റേഴ്സ് ക്ലബിലേക്ക് എൻട്രി ഉള്ളൂ. 1 ലക്ഷം രൂപയെ ഫീസ് ഉള്ളൂ. 1.5 ലക്ഷമായിരുന്നു, 1 ലക്ഷമേ ഫീസ് ഉള്ളൂ. 1.5 ലക്ഷത്തിന് ജോയിൻ ചെയ്തവർക്കും അത് 1 ലക്ഷത്തെ ബാധകമാകുന്നുള്ളൂ. 1 ലക്ഷം രൂപ ഫീസേ ഉള്ളൂ. 25,000 രൂപ ആദ്യ ഗഡു അടച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബാക്കി 25,000 വീതം 3 മാസം കൂടുമ്പോൾ അടയ്ക്കാം. എന്താ മാസ്റ്റേഴ്സ് ക്ലബ്ബ്? സിംപ്ലി പറഞ്ഞാൽ 3 വർഷക്കാലം പരിശീലനത്തിൽ തുടരുക. അത് നാം അറിഞ്ഞില്ലെങ്കിൽ പോലും ഇതൊന്നും എല്ലാ ദിവസവും ജിമ്മിൽ പോകുമ്പോൾ ഒരു നാൾ ആ മസിലങ്ങ് വരും. അത് നാം അറിയണമെന്നോ വിശ്വസിക്കണമെന്നോ ഇല്ല. അതുതന്നെയാണ് എല്ലാ വിജയികളും ചെയ്യുന്നത്. അപ്പോ 31 തീയതി ചൊവ്വാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. മാസ്റ്റർ ക്ലബിലേക്ക് വരിക. 3 വർഷക്കാലം എവരിഡേ ഈവനിങ് ക്ലാസ്സുകൾ, ചില സ്പെഷ്യൽ സെഷൻസ്. അടുത്ത സ്പെഷ്യൽ സെഷൻ ജനുവരി 4 തീയതി. അടുത്ത സ്പെഷ്യൽ മാസ്റ്റേഴ്സ് ക്ലബ് സ്പെഷ്യൽ സെഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ എന്താ പറയാ, ആഴ്ചയിൽ 2 ദിവസം ഇതുപോലെ ലൈവ് സെഷൻസ്. പിന്നെ അതുകൂടാതെ കൊച്ചിയിൽ വെച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ക്ലാസ്സുകൾ നടക്കുമ്പോൾ അത് ജസ്റ്റ് 1000 രൂപീസ് മാത്രം അടച്ച് പങ്കെടുക്കാനുള്ള അവസരം. ഒരു 3 വർഷക്കാലം കടഞ്ഞെടുക്കൽ പരിശീലനം, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ്. അതാണ് എല്ലാ വിജയികളും ചെയ്തത് എന്ന് നിങ്ങൾ ലോകത്ത് നടക്കുന്ന പ്രായോഗിക കാര്യം കാണുക. പരിശീലനം എന്ന പ്രോസസ്സാണ് വിജയത്തിന്റെ അടിസ്ഥാനം. അപ്പം ഡ്യൂട്ടി ചെയ്തൊരു പ്രതിഫലമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. പരിശീലനമാണ് ഏതെങ്കിലും ഒരു മേഖലയിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വ്യക്തി ചെയ്യേണ്ടത് ഏറ്റവും വലിയ ഡ്യൂട്ടി. അതൊക്കെ സ്വയം ചിന്തിക്കുക. ഇനി അതുപോലെ തന്നെ എന്താ പറയുക, ഇത് എല്ലാ ദിവസവും വൈകുന്നേരം കോച്ചിനൊപ്പം ആയിരിക്കാൻ കഴിയുക എന്നുള്ളത് ആ ബ്രെയിൻ ഹാക്കിങ്ങിന്റെ
ഒരു പ്രതിപ്രവർത്തനമാണ് നടക്കുന്നത്. എല്ലാവരും ബ്രെയിൻ ഹാക്കിങ്ങിന് ഇരയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇനി മാസ്റ്റേഴ്സിലേക്ക് വരാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ നെഗറ്റീവ് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യരുത് അധികം. അത് അപ്പൊ അതിനൊക്കെ പരിഹാരമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇത്രയും പേർ വന്ന സ്ഥിതിക്ക് ഒന്നുകൊണ്ട് പറയാം. അതായത് നെഗറ്റീവ് ആളുകളായിട്ടും ദരിദ്രരുമായിട്ടും കൂട്ടുകൂടരുത്. ഇപ്പൊ അത് മിസ്സാകുന്നതിന് മിസ്സാക്കും. അതിന് ഉദാഹരണം അത് ബ്രെയിൻ ഹാക്കിങ്ങിന്റെ ഉദാഹരണം ഞാൻ മനോഹരമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ ധാരണ മനോഹരമായിട്ട് ആ പാട്ട് പാടുന്ന ഉദാഹരണത്തിലൂടെ മനോഹരമായി പഠിപ്പിച്ചിട്ടുണ്ട്. വേറെ ചെറിയ അതിന്റെ വേറെ മനഃശാസ്ത്ര വേഷം, അതിന്റെ പൗരാണികതയിലാണ് ഈ ബ്രെയിൻ ഹാക്കിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ കൂടുതലുള്ളത്. അഥർവവേദത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്. പിന്നെ സൂഫിസത്തിലും അഥർവത്തിലുമാണ് എങ്ങനെയാണ് ബ്രെയിൻ ഹാക്കിംഗ് പ്രയോഗിക്കേണ്ടത് എന്നുള്ള ടെക്നിക്കുള്ളത്. ആധുനിക മനഃശാസ്ത്ര പ്രബന്ധങ്ങളിൽ അത് കാണാൻ കഴിയില്ല. പക്ഷെ ആധുനിക മനഃശാസ്ത്രത്തില് ഒരേ വാക്ക് പല പ്രബന്ധങ്ങളിൽ കണ്ട ഒരു വാക്കാണ്. ഈ അടുത്ത രവിചന്ദ്രന്റെ ടോക്കിലും കേട്ടു. അത് ഒരുപാട് മനഃശാസ്ത്ര പ്രബന്ധങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പറഞ്ഞുതരാം, അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും ചെറിയൊരു വേഷം പറഞ്ഞുതരാം. അപ്പം അതിന്റെ പരിഹാരമാണ് ഈവനിങ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ പകല് കേൾക്കുന്നതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. സ്റ്റോക്ക് മാർക്കറ്റിലാവട്ടെ, സമ്പത്ത് ഉണ്ടാക്കുന്ന കാര്യത്തിലാവട്ടെ നെഗറ്റീവാണ് കേൾക്കുന്നത്. അത് കേട്ടാല് നാം അറിയാതെ നമ്മുടെ ബ്രെയിനെ ഹാക്ക് ചെയ്യും. അതിന് ചെറിയ ഉദാഹരണമാണ്. അതായത് ഇതൊന്നും ഓക്കെ ഒന്ന് ഒഴുക്കൻ മട്ടി പറയാം, കാരണം അത് അങ്ങനെ പറയാൻ പാടില്ല. അതായത് നീ മീൻമുള്ളു തൊണ്ടയിൽ കുടുങ്ങിയാണ് മരിക്കുക എന്ന് ഒരാൾ മറ്റൊരാളോട് പറയേണ്ടതുപോലെ പറഞ്ഞാൽ, മീൻമുള്ളു തൊണ്ടയിൽ കുടുങ്ങിയാണ് നീ മരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ അന്ധവിശ്വാസി അല്ലാതായിക്കോട്ടെ, കൊടികെട്ടി യുക്തിവാദി ആയിക്കോട്ടെ, പിന്നെ എപ്പം മീൻ കഴിക്കുമ്പോഴും ഒരു കിരികിരിപ്പ് തൊണ്ടയിൽ വരും, ഒരു ചിന്ത വരും. അതാണ് സയൻസ് പറയുന്നത്. എത്ര കൊടികെട്ടിയ യുക്തിവാദിയാകട്ടെ, എത്ര കൊടികെട്ടിയ കരുത്തനാവട്ടെ, നീ മീൻമുള്ളു തൊണ്ടയിൽ കുരുങ്ങിയാണ് മരിക്കുക എന്ന് ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ എത്ര ഭീതിയില്ലാത്തവനും എത്ര കരുത്തനും ഒക്കെയും മീൻ കഴിക്കുമ്പോൾ ഒരു കിരികിരിപ്പ് അതുണ്ടാവും. അതാണ് മനഃശാസ്ത്രം പറയുന്നത്. അപ്പൊ അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് അത് തിരിച്ചുള്ള കാര്യം ഒരു കോച്ചിൽ നിന്നോ ട്രെയിനറിൽ നിന്നോ നിരന്തരം കേൾക്കുക എന്നാണ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, ഫുള്ളി ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് മനഃപൂർവ്വം നമ്മൾ എന്തെങ്കിലും പ്രതിക്രിയ ചെയ്യാത്തോളം കാലം അത് അവിടെ കിടക്കും. അത് ഇനി ഇപ്പൊ ഞാനൊക്കെ അതുകൊണ്ട് പലപ്പോഴും ഈ സ്വാഭാവിക ശബ്ദത്തിൽ പറയുന്നത്, കാരണം ഞാൻ ആ കാര്യത്തിൽ ട്രെയിൻഡ് ആണ്. ബ്രെയിൻ ഹാക്ക് ചെയ്യാനുള്ള ടൂൾ. അതുകൊണ്ടാണ് ആ പാട്ട് അത്രയ്ക്ക് പറയാൻ പാടുള്ളൂ. ആ പാട്ട് പാടുന്ന ഉദാഹരണം പറഞ്ഞത് വാക്കുകളുടെ പദവിന്യാസങ്ങൾക്കും ശബ്ദവിന്യാസത്തിനും മാസ്മരികതയുണ്ട്. ബ്രെയിനിനെ അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ കഴിയും, ബ്രെയിനിനെ പെനിട്രേറ്റ് തുളച്ചു കയറ്റാൻ കഴിയും. അപ്പൊ അത് പറയേണ്ടതുപോലെ പറഞ്ഞാൽ അത് സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടപ്പാക്കാൻ കഴിയും. അതുകൊണ്ട് അത് നമ്മളത് അങ്ങനെ അത്രയും പറയാറില്ല, അങ്ങനെ പറയാൻ പാടില്ല. അതൊക്കെ അത് പറയാൻ പാടില്ല. അപ്പോ പക്ഷെ അതിന്റെ പ്രതിപ്രവർത്തനം കൊണ്ടാണ് ഈവനിങ് ക്ലാസ്സിൽ സന്തോഷ് സാറിന്റെ ക്ലാസ്സിൽ അദ്ദേഹം ട്രാൻസ്ഫോർമേഷൻ വേണ്ടി അദ്ദേഹം ഒരു മനുഷ്യനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള വിശദീകരണം ഇത്രയും നന്നായി ബ്രെയിൻ ഹാക്കിംഗ് ചെയ്യുന്ന ഒരു ടീച്ചറെ ഞാൻ ലൈഫിൽ വേറെ ഇല്ല. നേരിട്ട് അത്ര അധികം പരിചയമില്ല. ഒരു UP ഒരു ഗുരുനാഥൻ KK ഭരദ്വാജ്, പിന്നെ സത്യനാരായൺ ഗോയങ്ക, അങ്ങനെ അപൂർവം ചില ഗുരുക്കന്മാർ കഴിഞ്ഞപ്പോൾ സന്തോഷ് സാറിനെയാണ് മറ്റു മനുഷ്യരുടെ ബ്രെയിനിലേക്ക് വളരെ ഈ ലാളിത്യത്തോടെ, ഇപ്പൊ എനിക്കില്ലാത്തൊരു ക്വാളിറ്റി ലാളിത്യം, അദ്ദേഹം വളരെ ലാളിത്യത്തോടെ വളരെ വ്യക്തമായിട്ട് കമാൻഡുകൾ കൊടുക്കാനും തന്റെ സ്റ്റുഡൻസിനെ എന്താ പറയുക ഉയർത്താനുമുള്ള ശേഷിയുള്ള വ്യക്തിയാണ് സന്തോഷ് സാറ്. മെസ്സി തന്റെ കോച്ചിനൊപ്പം വർഷങ്ങൾ നിൽക്കും, രാകേഷ് ജുൻജുനുമായി വർഷങ്ങൾ നിൽക്കും. അതൊക്കെയാണ് അവരുടെ വിജയരസം എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ സന്തോഷ് സാറിന്റെ എത്ര ആളെ നിൽക്കും? ഇതിപ്പോ നമുക്കതില്ലാതെ വിജയിക്കാൻ കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും മാസ്റ്റേഴ്സ് ക്ലബിലേക്ക് വരിക എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി ഞാന് പിന്നെ നിങ്ങൾ എല്ലാവരും വിജയിക്കും. 10% ഗ്രോത്ത് നേടിപ്പോയാൽ നിങ്ങൾ എല്ലാവരും വിജയിക്കും. ഇപ്പോൾ വിജയിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വിജയിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ വിജയിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഇക്വേഷൻ, ആ സമവാക്യം അറിയാം. വെറും 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 10% മന്ത്ലി, 0.5% ഡെയിലി, 10% മന്ത്ലി ഗ്രോത്ത് നേടിപ്പോയാൽ പോലും, അതായത് 10,000-ന് 50 രൂപ ഡെയിലി എന്ന റേഷ്യോയിൽ അത് ഈസിയാണ്. നേടിപ്പോയാൽ പോലും 1000 കോടിയാണെന്ന് അറിയുന്നവരാണ് നിങ്ങൾ. അപ്പൊ കുറെ കളികളൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയും വികലത കൊണ്ടും ഓവർ കോൺഫിഡൻസ് കൊണ്ടും ഒക്കെ കുറെ കളികളൊക്കെ കളിച്ചാലും നിങ്ങൾ വിജയിക്കാൻ കഴിയട്ടെ. ആ ലക്ഷ്യത്തിന്റെ നേരത്തെ ഇൻകേസ് കഴിയാതെ പോയപ്പോൾ നിങ്ങൾക്ക് ഒരു കാലത്ത് മനസ്സിലാവും ഞാൻ എന്ത് പണ്ടത്തിലാണ് കാണിച്ചത്. ഓക്കെ, ഇനി ആരും അറിയാതെ ജസ്റ്റ് സൈലന്റ് ആയിട്ട് ഒരു 10,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം എന്തായാലും ജീവിതത്തിൽ വേറെ മാർഗങ്ങൾ നോക്കി. അപ്പൊ അങ്ങനെയൊക്കെ തകർന്നു പോയവർ പോലും രക്ഷപ്പെടും. നിങ്ങൾ ഒരിക്കലും അത് രക്ഷപ്പെടുക തന്നെ ചെയ്യും. കാരണം നിങ്ങളപ്പോൾ വേറൊരു മാർഗ്ഗമൊക്കെ കണ്ടെത്തി ജീവിച്ചുകൊണ്ടാണെങ്കിലും ഒരു 10,000 രൂപ അക്കൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ആ 10% ഗ്രോത്ത് നേടിപ്പോവുകയും നിങ്ങൾ എല്ലാവരും വിജയിക്കുകയും ചെയ്യും. ഇനി ആ ബ്രെയിൻ ഹാക്കിങ്ങിന്റെ ഒരു മറുമരുന്ന് കൂടെ തന്നുകൊണ്ട് ഹെറ്ററോ സജഷൻ
ബ്രെയിൻ ഹാക്കിങ്ങിന്റെ ഒരു മറുമരുന്നാണ്. എല്ലാവരും സ്വീകരിച്ചു പോയിക്കോളൂ. പുതുവത്സരത്തിന് മുന്നോടിയായിട്ട് ഹെട്രോസിൻ, അത് പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ ഡോക്ടേഴ്സ് ഉണ്ട്, MBBS കാരുണ്ട്, സൈക്യാട്രിസ്റ്റുകളുണ്ട്, മറ്റേ PhD കാരുണ്ട്, നിരവധി ഗസറ്റ് ഓഫീസേഴ്സ് ഉണ്ട്, നമ്മുടെ കൂടെ. അപൂർവം ജഡ്ജസ്, അപൂർവം സിവിൽ സർവീസ് ഓഫീസേഴ്സ്, നിരവധി SP മാരൊക്കെ നമ്മൾ. അപ്പൊ എല്ലാ റാങ്കുകളും മാറ്റി വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മുന്നോടിയായി ഒന്ന് കേട്ടു പോവുക. കാരണം കേൾക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിൻ ക്യാച്ച് ചെയ്യും. ആ ബ്രെയിൻ ഹാക്കിങ്, മാസ് ഹിസ്റ്റീരിയ, മീൻ മുള്ള്, ഈ 3 കാര്യങ്ങൾ ഉദാഹരണമാണ്. അപ്പൊ നമുക്ക് ലോകത്ത് അങ്ങനെ കിട്ടാനില്ല. നമ്മളൊരാളെ കാശ് കൊടുത്തിട്ട് പറയിച്ചാലും മതി കേട്ടോ. എന്നോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ പോലെ ബ്രെയിൻ ക്യാച്ച് ചെയ്യും കേട്ടോ. പക്ഷെ അത് ഒരു ടീച്ചർ പദവിന്യാസം, വാക്കുകൾ മാസ്മരികമാണ്. അത് അറിഞ്ഞ് പഠിച്ച് അത് ചെയ്യുമ്പോൾ അതിന്റെ ഫലപ്രാപ്തി വേറെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊരു കുറച്ച് നിമിഷങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കേൾക്കുക മാത്രം. അത് നിങ്ങളുടെ ബ്രെയിനെ നന്നായി തന്നെ സ്വാധീനിക്കട്ടെ. എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. നമുക്ക് ആ ബ്രെയിൻ ഒരു ഹെട്രോ സെഷനിലേക്ക് പോകാം. നിങ്ങളുടെ ഡ്യൂട്ടി കേൾക്കുക മാത്രം. യെസ്, യു ആർ ദി ബെസ്റ്റ്. അപ്പൊ അതുകൂടെ കഴിഞ്ഞ സാർ, ഇത് കഴിഞ്ഞിട്ടാവട്ടെ സാർ, എനിക്ക് ഇത് കഴിഞ്ഞിട്ടാവട്ടെ ഇത് നമുക്കിത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അല്ലെങ്കിൽ കുറെ പേർക്ക് പോകേണ്ടവരുണ്ടാവും. യെസ്, യു ആർ ദി ബെസ്റ്റ്. യെസ്, യു ആർ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ ജീവിത ലക്ഷ്യങ്ങളും നേടുവാൻ നിങ്ങൾക്ക് കഴിയും. സ്റ്റോക്ക് മാർക്കറ്റിലൂടെയും നിങ്ങൾ ഉന്നമിട്ട എല്ലാ ജീവിത ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും നേടുവാൻ നിങ്ങൾക്ക് കഴിയും. ഒരാൾക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയുമെന്ന ആ ഫിലോസഫി. വെറും 10% ഗ്രോത്ത് മന്ത്രി നേടിപ്പോയാൽ, 1/2% ഗ്രോത്ത് മന്ത്രി നേടിപ്പോയാൽ പോലും വെറും 10,000 രൂപ പോലും 1000 കോടിയാണെന്ന് അറിയുന്ന നിങ്ങൾക്ക് ഉറപ്പായും കഴിയും. സ്വയം ഡിസിപ്ലിനോട് ഒന്ന് ഉണർന്ന്, സ്വയം ഡിസിപ്ലിനോട് കൂടി സ്വയം ചിന്തിച്ച് മറ്റാരുടെയും വാക്ക്, എന്റെ പോലും വാക്കുകൾക്ക് ഈ ശരിയായ വാക്കുകൾ നിങ്ങളുടെ ബ്രെയിനെ ഹാക്ക് ചെയ്യും. അതല്ലാതെ ആശയങ്ങൾ പറഞ്ഞ എന്റെ ആശയങ്ങൾ അപ്പാടെ എടുക്കാതെ സ്വയം ചിന്തിച്ച് വിജയികൾ എന്താണ് ചെയ്യുന്നത്, ഞാനും അങ്ങനെ ചെയ്യാൻ മനസ്സുണ്ട് എന്നൊക്കെ സ്വയം ചിന്തിച്ച് എന്താണോ വിജയത്തിന് ആവശ്യമായ പ്രോസസ് അത് നടപ്പാക്കിക്കൊണ്ട് ധീരമായി മുന്നോട്ട് പോകൂ. നിങ്ങൾ ഉന്നമിട്ട എല്ലാ ജീവിത ലക്ഷ്യങ്ങളും നേടുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നടപ്പാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഉറപ്പായും കഴിയും. ധീരമായി മുന്നോട്ട് പോകും. അവിവേകികളായ നാട്ടുകാരുടെയും പരാജിതരുടെയും ദരിദ്രരുടെയും വാക്കുകൾക്ക് കാതു കൊടുക്കാതെ ഇവിടെ ഒരു ടീച്ചർ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കഴിയും. ധീരമായി മുന്നോട്ട് പോകും. 2025 നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടപ്പാക്കിക്കൊണ്ട് 2035 ലോങ് ടൈം വിഷനോടെ പോയിക്കൊണ്ട് 2035 ആകുമ്പോഴത്തേക്കും ആ ഒരു സുവർണ സിംഹാസനത്തിൽ, നിങ്ങൾ ഉന്നമിട്ട ലക്ഷ്യം എന്ന ആ സുവർണ സിംഹാസനത്തിൽ വിരാജിക്കാൻ ഇടയാകട്ടെ എന്നും ആശംസിക്കുന്നു. നിങ്ങൾക്കത് കഴിയും. ധീരമായി മുന്നോട്ട് പോകൂ. എത്രയോ പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയില്ല എന്ന് പോലും കരുതിയ എത്രയോ പ്രതിസന്ധികൾ മറികടന്നു പോന്നവർ തന്നെയാണ് നിങ്ങൾ. നിങ്ങൾക്ക് കഴിയും. യു ആർ ദി ബെസ്റ്റ്. നിങ്ങളുടെ ലൈഫിലെ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ, ഏറ്റവും വിശ്വസ്തനായ ആ പോരാളി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ കഴിയുന്ന നിങ്ങളുടെ ഏറ്റവും ഉത്തമ സുഹൃത്ത് നിങ്ങൾ തന്നെയാണ്. ധീരമായി മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ഉന്നമിട്ടതെല്ലാം നേടുവാൻ നിങ്ങൾക്ക് കഴിയും. യു ആർ ദി ബെസ്റ്റ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും നിങ്ങളെ ആശ്രയിക്കുന്ന സമൂഹത്തിനെല്ലാം പ്രകാശം പരത്തുന്ന ജീവിതം നടപ്പാക്കാൻ കഴിയട്ടെന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 2025 മനോഹരമായി കഴിയട്ടെന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാ സാമ്പത്തിക ലക്ഷ്യങ്ങളും എല്ലാ ജീവിത ലക്ഷ്യങ്ങളും നേടുവാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ടും സന്തോഷ് സാറിന്റെയും അനുവാദത്തോടെ ഇന്നത്തെ എന്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. എന്തൊരു ചോദ്യം വന്നിരുന്നു? താങ്ക് യു. സർ. ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് മൈക്കോണേക്ക് വരാമോ? സാറേ, ഞാൻ മെസ്സേജ് ഇട്ടല്ലേ, അതിനോടാണ് സാറേ. സാറേ, ഞാൻ അജ്മീർ ഖാൻ. ഞാനേ ഒരു കാര്യം, ഒരു സബ്ജക്റ്റും കൂടി സാറിനൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കാം. അതായത് ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. നമ്മളെ ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ഒരു ഭയങ്കര സൈബർ ക്രൈമുകൾ ഇവിടെ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ അവർ എയിം ചെയ്യുന്നത് ഈ സൈബർ ക്രൈമിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ. അപ്പൊ ഒരുപാട് പേരുടെ പണം, അപ്പം നമ്മളുടെ ടീമിലുള്ളവർക്കൊന്നും ഇത് വന്നിട്ടില്ലെങ്കിൽ പോലും അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് വരുന്ന ഫേക്ക് കോളുകൾ മറ്റേത്. അപ്പൊ അതിനെക്കുറിച്ചൊരു 5 മിനിറ്റ് സാറിന്റെ അതിന്റെ ഒരു സ്വഭാവ രീതി, അതിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടണം, എങ്ങനെ അവോയ്ഡ് ചെയ്യണം, എപ്പോഴും നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറയുന്നതാണ്. എന്നാൽ ഈ ഒരു അവസരത്തിൽ കൂടി അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ചോദിച്ചത്. ഞാനൊരു ചെറിയൊരു ആമുഖം പറഞ്ഞിട്ട് സന്തോഷ് സാറിനോട് അതിന്റെ ഉത്തരം പറയാം. അതായത് അത്
സത്യം പറഞ്ഞ ഞാനതൊക്കെ അവജ്ഞയോടെ കാണുന്ന ഒരു കാര്യമാണ്. അതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. സാർ ചോദിച്ചുകൊണ്ട് ഞാനത് പറയാം. അതായത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് എന്താ പറയാ ഡിജിറ്റൽ അറസ്റ്റ് അതായത് ഒരു വെർച്വൽ അറസ്റ്റ് ശരിക്കും നടക്കുന്നുണ്ട്. എല്ലാവരും ക്വാളിഫൈഡ് ആയിട്ട്. ഇത്രയും വിവരമില്ലാത്ത കിഴങ്ങോദരമാണ് ആരാണോ ഈ ലോകത്ത് ഞാൻ കരുതുന്നത്. അതായത് ഒരു അധ്യാപകനെ, ഒരു ഡോക്ടറെ, ഈ അടുത്ത ഡോക്ടറെ വിളിച്ചിട്ട് യു ആർ അണ്ടർ വിർച്വൽ അറസ്റ്റ്, നിങ്ങൾ ഇളകരുത് എന്നുകൊണ്ട് ഒരു വീഡിയോ കോൾ വിളിച്ച് അയാളുടെ ക്യാഷ് 10-15 ലക്ഷം ട്രാൻസ്ഫർ ചെയ്യാൻ ബാങ്കുകാരെ നിർബന്ധിക്കുന്ന ഒരു മലയാളി ഡോക്ടർ, അത് കുരുത്തിന്റെ ഒരു SI കണ്ടെത്തി തടഞ്ഞു. എന്നിട്ട് അയാൾ ബാങ്കിൽ വിളിച്ച് നിർബന്ധിക്കുകയാണ്, ഞാൻ വിർച്വൽ അറസ്റ്റ് ആണ്, എന്റെ ക്യാഷ് നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് എന്റെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ തടസ്സം, നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ബാങ്കിന് അതൊരു ബാങ്ക് അത് ചെയ്തില്ല. പാസ്വേഡ് പറഞ്ഞു കൊടുക്കും. ബാങ്കിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നത് അറിയാത്ത മണ്ടന്മാരാണോ ഈ ലോകത്ത്? പാസ്വേഡ് കൊടുക്കല്ലേ എന്ന് സകലത്ത് കാണാം. ഈ ഇന്റർനെറ്റ് തപ്പുന്നത് തന്നെയല്ലേ ഇതൊക്കെ? ഇതിനകത്ത് ഇതല്ല തപ്പുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് എല്ലായിടത്തും ഉണ്ട് കളത്തിൽ. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് സംസാരിക്കേണ്ട ആവശ്യമായിരിക്കണം? നമ്മൾ ജസ്റ്റ് ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ പോരെ. അതാണ് എന്റെ ഉത്തരം. ഇനി ബാക്കി സന്തോഷ് സാർ പ്ലീസ്. ഈ സൈബറിനകത്ത് അതിനകത്തൊരു ബിഷപ്പ് പോലും പെട്ടുപോയെന്നുള്ള കാര്യം അത്ര ബുദ്ധിയില്ലാത്തവരായി പോയല്ലോ എന്നുള്ളതാണ്. ബിഷപ്പ്, ഡോക്ടേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, അധ്യാപകര്, വേറെ ഇത് കള്ളത്തരം കാണിക്കുന്നവർക്കാണ് ഈ കൂടുതലും അതിനകത്ത് എന്തോ സംഭവിക്കാൻ പോകുന്നുള്ളത് വന്നത്. അല്ല, എന്റെ ചോദ്യം എന്താണെന്നറിയാം സാറേ, എങ്ങനെയാണ് ഇവർ ട്രാപ്പ്, ഇതെല്ലാം ഇവർക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായിട്ട് കൂടി എങ്ങനെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ബ്രെയിൻ ഹാക്കിംഗ്, സാറ് പറയുന്ന പോലെ ഇങ്ങനെ ബ്രെയിൻ ഹാക്കിംഗ്, ടെലിപ്പതി ഹാക്കിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ബ്രെയിൻ ഹാക്കിംഗ് ഒന്നുമില്ല സാറേ, അത് വെറും മണ്ടത്തരം. അതാണ് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞ കാര്യമാണ്. അതായത് ഈ സത്യമായ കാര്യം പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കുകയും ശരിയല്ലാത്ത കാര്യം പറയുമ്പോൾ വിശ്വസിക്കുന്ന വെറും ഫൂളിഷ്നെസ് ആണ് അതിന്റെ പിന്നിലെന്നാ ഞാൻ പറയാ. അതായത് എന്താ പറയാ, ഈ അവർക്കുള്ളതല്ല ഈ ലോകം. മണ്ടന്മാര് പെട്ടുകൊണ്ടേയിരിക്കും സാറേ. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് സംസാരിച്ച അതാ പറഞ്ഞ സാറേ, നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് തലേ കയറിയില്ലത്. ഇത് ഇപ്പൊ ഇന്ന് ഒറ്റ വാക്കിൽ ആവശ്യമുള്ളൂ. അതായത് ഈ സത്യമേതെന്ന് ഇത് കാണുമ്പോ കേൾക്കുമ്പോ മനസ്സിലാകും സാറേ, ഇത് മണ്ടത്തരമാണ്, അബദ്ധമാണെന്നുള്ളത്. അത്രേ ഉള്ളൂ. അത് മണ്ടന്മാരെ നമുക്ക് ഉത്പാദിപ്പിക്കാനും കഴിയില്ല സാർ. അത്രയേ ഉള്ളത്. വിട്ടുകളയുക, അതല്ല വഴിയില്ല അവരെ. സാറേ, തട്ടിപ്പ് നടത്തുന്നവരെ റാൻഡം ആയിട്ട് തന്നെ ട്രൈ ചെയ്യുകയാണ്. അതായത് ഒരു 100 പേരെ വിളിക്കും, അതിലൊരു 10 പേരെ കിട്ടിയാൽ മതി അവർക്ക്. അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോളുകൾ വരാറുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളുകളോ മെസ്സേജുകളോ വരും. ഞാനൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ കുറച്ചു നേരമൊക്കെ മെസ്സേജ് അയച്ചിട്ട് ലാസ്റ്റ് എനിക്ക് മനസ്സിലായെന്നുള്ളത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പറയും. അപ്പൊ അവന്റെ ഒരു 5 മിനിറ്റ് വേസ്റ്റ് ആയല്ലോ എന്നൊരു സന്തോഷം നമുക്കും കിട്ടും. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു കോൾ വന്നു, സാർ ഞാൻ HDFC ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾക്ക് ക്രെഡിറ്റ് ഇത് താല്പര്യമുണ്ടോ? ഞാൻ ചുമ്മാ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന കാര്യം തരുമോ? ഞാൻ ആ കാര്യം തരില്ല, ഞാൻ എന്റെ ബ്രാഞ്ചിൽ പോയി ചെയ്തോളാന്ന് പറഞ്ഞു. പ്രശ്നം കഴിഞ്ഞില്ലേ? ഇത് ഇത്ര അറിയണ്ടേ? നമ്മൾ പാസ്വേഡ് കൊടുക്കാൻ പാടില്ല, വിർച്വൽ അറസ്റ്റ് സംഗതി ഇല്ല. ഇത്ര ഭൂലോക മണ്ടന്മാരാണോ നമ്മള്? അവരെ ഉദ്ധരിക്കാനും കഴിയില്ല സാറേ, അവരെ വിട്ടേക്കെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഇവിടെ ഈ ഒറ്റ വാക്കിൽ ഇപ്പൊ ഇവിടെ മനസ്സിലാക്കുന്ന മെസ്സേജ് മനസ്സിലായി. ഈ 150 പേര് ആർക്കെങ്കിലും മനസ്സിലാവണമെങ്കിൽ ഇപ്പൊ അതെല്ലാവർക്കും മനസ്സിലായില്ല. അപ്പൊ അതിനകത്ത് വിശദീകരണത്തിന്റെ ആവശ്യം ഒരു ബ്രെയിൻ ഹാക്കിങ്ങും ഇല്ല. അത് വെറുതെ പോയി മണ്ടത്തരത്തിന് ഇരയാവുന്നതാണ്. അതാണ് ഞാൻ അതായത് സർവ്വ ആടുമാഞ്ചിയൻ തേക്കിന് നമ്മൾ പോയി വീഴും. കൊള്ളാവുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം പറഞ്ഞാൽ തട്ടിപ്പണ്ട് ഇരിക്കുകയും ചെയ്യും. സർവ്വ ആടുമാഞ്ചിയൻ തേക്ക് പിന്നെന്താ മറ്റേ എന്താ പറയാ, പാമ്പും കോണി, ആടുമാഞ്ചിയൻ തേക്ക്, പാമ്പും കോണിയിലെല്ലാം പോയി വീഴും. ഇതിനകത്ത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. നമുക്ക് ആരും ഒന്നും ഫ്രീ ആയിട്ട് തരികയില്ല. ആരെങ്കിലും എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് തട്ടിപ്പാണെന്ന് വിചാരിച്ചോളാം. അങ്ങനെയും ചിന്തിക്കണ്ട. അതുപോലെ ഞാൻ പറയില്ല. ഈ ഫ്രീ ആയിട്ടും ചിലതൊക്കെ കിട്ടിയേക്കാമേ. പക്ഷെ ഈ തട്ടിപ്പ് ഏതാണെന്ന് അറിയുന്നത്, നമ്മള് ഫ്രീ ആയിട്ട് പോയി മേടിക്കേ, എന്നിട്ട് അവൻ കാശ് മേടിക്കാൻ നിൽക്കുമ്പോൾ ജനങ്ങൾ വേണ്ടേ? അതുപോലും ആൾക്കാർ ചിന്തിക്കുന്നില്ല. അത്രയും ചിന്തിച്ചാൽ മതി. അത് ചിന്തിക്കണം. അത് പറഞ്ഞേ ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ഇത് ചിന്താശേഷി ഇല്ലാത്ത സമൂഹമാണെന്ന് ഇപ്പൊ ചിന്താശേഷി സാറേ ഇപ്പൊ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല, അതായത് ഫേസ്ബുക്കിനകത്ത് ചില പോസ്റ്റുകൾ കാണുമ്പോൾ എനിക്ക് ചിരി വരും, എന്ത് മണ്ടന്മാരാണെന്നുള്ളത്. അതായത് എത്ര 21 ദിവസത്തെ ട്രെയിൻ യാത്ര, സിംഗപ്പൂരിന്റെ ഇവിടെ പോർച്ചുഗൽ വരെ ട്രെയിൻ യാത്ര പറയുമ്പോൾ ഭയങ്കര ജ്ഞാനികളുടെ കമന്റാ. ഫേക്ക് ന്യൂസ് ആണ്, പോസ്റ്റ്മാൻ വരെ പണിയൊന്നുമില്ലേ, ഇതുപോലെ ഇമാതിരി വിവരക്കേട് തള്ളരുതേ. അതൊരു സത്യമായ ന്യൂസാണ്. ഈ ജ്ഞാനിയാണ് മണ്ടൻ, ഈ ജ്ഞാനി അറിയുന്നില്ല.
അതുപോലെ മാർസിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ, ചൊവ്വയിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ. ഇത് ഞാൻ പറയുമ്പോഴും കേൾക്കുന്നത് ഇയാളൊരു പണ്ടനാണ്. അങ്ങനെ ഒരു പ്രോജക്റ്റ് ജപ്പാന്റെ മൈൻഡിലുണ്ട്. ജപ്പാൻ അത് പ്രോജക്റ്റ് ആക്കി കഴിഞ്ഞു. ഇലോൺ മസ്കിന്റെ പ്രോജക്റ്റിനെ കുറിച്ച് പണ്ട് പറഞ്ഞപ്പോ വേണ്ട, റൈറ്റ് സഹോദരന്മാര് ഈ സൈക്കിളിൽ കമ്പും കോലും തുണിയും കെട്ടിവെച്ച് പറക്കാൻ പോകാന്ന് പറഞ്ഞപ്പം കളിയാക്കി എല്ലാവരും. വിശ്വസിക്കാൻ കഴിയാത്തതെല്ലാം തെറ്റാണെന്ന് കരുതുകയും മണ്ടത്തരങ്ങളെല്ലാം ശരിയാണെന്ന് കരുതുകയും ചെയ്യുന്നവരാണ് മണ്ടന്മാരുടെ ഒന്നാമത്തെ ലക്ഷണം. ഒന്നും പഠിക്കാൻ തയ്യാറാവില്ല. ചില മണ്ടത്തരങ്ങളൊക്കെ പെടും, അതൊക്കെ നമുക്ക് താങ്ങാൻ കഴിയുന്ന മണ്ടത്തരം. ഇപ്പൊ ഞാൻ സന്തോഷം ചിലപ്പോൾ 3-4 ലക്ഷം മണ്ടത്തരം, ചിലപ്പോൾ ഒരു ബിസിനസ് ഒരു ആപ്പ് നിർമ്മാണത്തിന് വേണ്ടി കമ്പനി സമീപിച്ചു, ഒരു 3 ലക്ഷം പോയി. അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചിലപ്പോൾ അറിയാം. നമുക്ക് ഇനി ഒരിടത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2-3 ലക്ഷം 2-3 ലക്ഷം ഒക്കെ പോയാൽ പോടുന്നൊക്കെ നമുക്ക് കഴിയണം, അല്ലെങ്കിൽ അവനവനാൽ താങ്ങാൻ കഴിയുന്നത്. ഞാൻ വീട്ടിലൊക്കെ പറയും, ഒരു അയൽവക്കുന്ന ആരെങ്കിലൊക്കെ വന്ന് കടം ചോദിക്കുകയാണെങ്കിൽ 10-2000 കൊടുത്തേക്ക്, അത് പോട്ടെന്ന് വെച്ച് കൊടുത്തേക്കെന്ന് പറയും. അതൊക്കെ നമ്മൾ പോട്ടെന്ന് വെച്ചിട്ടാണ്, കാരണം അവർ ആവശ്യക്കാരല്ലേ, പോട്ടെന്ന് വെച്ച് കൊടുക്ക്. അതൊക്കെ അത് അവർ പറ്റിക്കായിരിക്കുന്ന വൈഫ് പറ്റിക്കട്ടെ, പോട്ടെ, 2000 അവരുടെ ആവശ്യം കൊണ്ടല്ലേ കൊടുത്തേക്കാൻ പറയും. അങ്ങനെ നമ്മൾക്ക് അറിഞ്ഞ് പറ്റിക്കുമ്പോൾ ലിമിറ്റൊക്കെ നമ്മൾ തീരുമാനിച്ചു. ലക്ഷങ്ങൾ പഠിക്കുന്നില്ല. ഇച്ചിരി കള്ളത്തരങ്ങൾ കാണിച്ചൊരു വ്യക്തിയാണെങ്കിൽ പോലും ലീഗലി പോകുന്നില്ലേ അതിനെക്കാട്ടിലും നല്ലത്. പ്രശ്നം കഴിഞ്ഞില്ലേ, സിമ്പിൾ കേസല്ലേ. ഇതിപ്പം ഇത് തല പോകുന്ന കേസൊന്നുമല്ല, വെറുതെ ഭയത്തെ ഭയക്കുക. അത് മണ്ടത്തരത്തിന്റെ അങ്ങേയറ്റ വേർഷനാണ്. അത് നമ്മളെക്കാളും ജാഗ്രതയായിരിക്കും, അത്രയേ ഉള്ളൂ. അതിനാണ് അവിടെയാണ് ഞാൻ അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഈവനിങ് ക്ലാസ്സുകളൊക്കെ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ എടുത്തിടുന്നതിന്റെ കാരണം ചിന്താശേഷി വർദ്ധിക്കട്ടെ എന്ന് കരുതി. പക്ഷെ നമുക്കത് പലപ്പോഴും പിടിക്കാറില്ല. പക്ഷെ നമ്മൾ അത് ഉൾക്കൊള്ളുന്ന കാണും സന്തോഷമുണ്ട് കേട്ടോ. സാറിന്റെ ആ ചോദ്യം പോലും വളരെ സന്തോഷകരമായ, റിയലി അപ്രീഷിയേറ്റ് ആ ചോദ്യം വന്നത് കേട്ടോ. വളരെ വളരെ കാരണം എനിക്ക് വളരെ ഉത്സാഹമുള്ള ഒരു കാര്യം, അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സാറ് പറഞ്ഞത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ നല്ലൊരു ചോദ്യം റൈസ് ചെയ്തത്. പക്ഷെ അത് ഇത്രയും ആൻസറിന്റെ ആവശ്യമുള്ളൂ. മണ്ടത്തരത്തിൽ പെടാതിരിക്കുന്നത് നമുക്ക് സിംപ്ലി അറിയുന്നതല്ലേ. ബാങ്കിന്റെ പാസ്വേഡ് കൊടുക്കരുത്, ആ സംഗതി ഇല്ല, പോയി പണം നോക്കണം പറയാൻ വിളിച്ചിട്ട് ഓക്കെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ, ഓക്കെ ബൈ പുസ്തകം കഴിഞ്ഞു പോകാൻ പറയാ. എനിക്ക് അങ്ങനത്തെ കോൾ, എനിക്ക് പറഞ്ഞാല് വേറെ എന്തെല്ലാം കോൾ അറിയോ. ഒരു വീഡിയോ കോൾ പെട്ടെന്ന് വന്നു, ഞാൻ എടുത്തപ്പം വീഡിയോയാണ്, എടുത്തുപോയി അറിയാതെ, എടുത്തു കണ്ണട വെച്ചിട്ട് എടുത്തു കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടിയാണ്. ഞാൻ പെട്ടെന്ന് നോക്കി, പക്ഷെ എന്നിട്ട് അവര് അതുപോലെ ചെയ്തു. അപ്പൊ ഞാൻ നോർമലി ആയതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞു നിങ്ങളെ ഞാൻ ആ വീഡിയോ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു, എനിക്ക് ഒന്ന് ഫേമസ് ആവുന്നത് ഭയങ്കര ആഗ്രഹം, ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. പേടിക്കാതിരുന്ന നമുക്ക് പ്രശ്നം കഴിഞ്ഞോ. പിന്നെ സാറേ എന്റെ കൊച്ചു പോക്സ് ഓഫീസിൽ പെട്ടെന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ്, ഒരു കോൾ വന്നു. അപ്പൊ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതിട്ട് 50,000 രൂപ തരുവാണെങ്കിൽ അറസ്റ്റ് ചെയ്യാതെ വിടാന്നും പറഞ്ഞു. ഒരു IG-യുടെ പടമൊക്കെ വെച്ച് ഞാനത് പോടാന്നുള്ള രീതിയിൽ വർത്താനം പറഞ്ഞു വിട്ടു അവരോട്. അത്രേ ഉള്ളൂ, പേടിക്കേണ്ട ആവശ്യം ധരിക്കുന്നേ. ഹിന്ദിയിലാണെങ്കിലും പച്ച മലയാളത്തിൽ തെറി പറഞ്ഞാൽ മതി, അതോടെ അവസാനിപ്പിക്കും. എല്ലാ ഭാഷയും അറിയാം. അതെ, സാറിന്റെ ചോദ്യം ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ 2 പെൺകുട്ടികളാണ്, ഞാൻ 2 മക്കളോട് പറഞ്ഞത് ഒരിക്കലും പേടിക്കരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾ പെൺകുട്ടികളാണ്, നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്നോ നിങ്ങൾക്ക് പള്ളിയിലെ കാര്യങ്ങളിലും സ്കൂളിലൊക്കെ പല ഫോട്ടോസ് ഒക്കെ ഉണ്ട്, അതിന് തല വെട്ടിയെടുത്തോ മോർഫിംഗ് ചെയ്തോ ഒക്കെ എന്തെങ്കിലും ഭീഷണി ഒരിക്കലും എന്റെ മക്കൾ പേടിച്ചേക്കല്ലേ, പപ്പഴോ എന്ന് പറയാം, നമുക്ക് അത്ര കൈകാര്യം ചെയ്യാം. ഇനി അങ്ങനെ ഇറങ്ങിയാൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യൂ, ഞാനൊന്ന് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കി വിട്ടേക്കാൻ പറഞ്ഞിട്ട് മക്കളെ നമ്മൾ അതൊക്കെ ട്രെയിനിങ്ങിന്റെ സാറേ, അത് വീട്ടിൽ കൊടുക്കണം ധൈര്യം. ഞാൻ എന്റെ പെൺകുട്ടികളൊക്കെ പഠിപ്പിക്കുന്നുള്ളത്, നിങ്ങൾ പെൺകുട്ടികളാണ്, ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് കാരണം മിസ്യൂസ് വല്ല മോർഫിംഗ് ഒക്കെ ചെയ്ത് വല്ലതൊക്കെ ഭീഷണി വന്നാലും പേടിക്കരുത്, അവരോട് പറയാതെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യട്ടോ, എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ നമ്പർ ഞാൻ തരട്ടെ, അയച്ചു കൊടുത്തേക്കിട്ടോ എന്ന് പറഞ്ഞാൽ അവരെ തിരിച്ച് കളിയാക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒരു നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മൾ ആർജിക്കുന്ന ചില അറിവിന്റെയും ധൈര്യത്തിന്റെയും ബുദ്ധിയുടെയും മണ്ടത്തരമില്ലായ്മയുടെ ഒക്കെ ഫലം സാറേ, അത് എല്ലാവർക്കും വിധിച്ചിട്ടുള്ളതല്ല. കാരണം ഇപ്പൊ നോക്കൂ, ഇവിടെ പോലെ ഈ ഒരു കോച്ചിങ് ക്യാമ്പിൽ, ഈ ഒരു ട്രെയിനിങ്ങിൽ വന്നതുകൊണ്ടല്ലേ സംസാരിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മയ്ക്ക് ഒപ്പമൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വൈഡായിട്ട് സംസാരിച്ചില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിവൈഭവം ഉണ്ടാകും. അതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടത്. അതൊക്കെ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. 10% ആളുകളെ തെക്കാലത്ത് വിജയിക്കുള്ളൂ, അവരതിനുള്ള ആർജവം ഉപയോഗിച്ചവരുമാണ്. അപ്പൊ അത്രയൊക്കെയുള്ള അതിനകത്ത് കാര്യങ്ങൾ. സാറേ വേറൊരു കാര്യം, സാറേ പറഞ്ഞോട്ടെ. സാർ, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്നും പറഞ്ഞുള്ള പല കോഡുകളും ആഴ്ചയിൽ 2-3 ഒക്കെ വരുന്നുണ്ട്, ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെയാണ് വരുന്നത്. അപ്പം അത് നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് പിന്നെ ടിപ്സ് തരാം എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്കാനൊക്കെയാണ് പറയുന്നത്. നമ്മളതിൻ്റെ അത് പെട്ടുപോകും സാധാരണഗതിയിൽ. അപ്പൊ പിന്നീട് അവര് അതിന്റെ ഫീസ് വേണം എന്നൊക്കെ പിന്നീട് ആവശ്യപ്പെടും. അങ്ങനെയൊക്കെയുള്ള പല അനുഭവങ്ങളും ഉണ്ട്. അതിന്റെ രഹസ്യം ഞാൻ വണ്ടരയ്ക്ക് പറഞ്ഞിട്ടുള്ള അതൊക്കെ ഒരുപാട് ഇതുണ്ടല്ലേ, അതൊക്കെ ഒരുപാട് ഫേക്കുകളാണ്.
അതൊക്കെ വീണ് പോകാതിരിക്കണമല്ലോ. അതിനകത്ത് നല്ലതൊക്കെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ടാകാം. അത് കണ്ടെത്താണ് നമ്മുടെ ശേഷി. ചിലപ്പോൾ അല്ലെങ്കിൽ പരീക്ഷിക്കണം അങ്ങോട്ട്, അത്രയേ ഉള്ളൂ. കുറച്ച് കാശ് പോട്ടെ നോക്കണം. അല്ല ചുമ്മാ ഇവിടെ നമ്മുടെ തല കൊണ്ട് വെച്ചിട്ട് ഞാൻ അയ്യോ എന്റെ അത് പോയി ഇത് കരയരുത്. നമ്മൾക്ക് കരയുന്നില്ലാത്ത മാത്രം കൊണ്ടുപോയൊക്കെ പരീക്ഷയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഫേക്കുകളാണ് നോർത്ത് ഇന്ത്യയിൽ കൂടുതലെന്നാണ് ഞാൻ പറയുക. കാരണം ഇന്നലെ അത്തരത്തിലൊരു കോൾ എനിക്ക് വന്നു. ഒരു ലേഡിയാണ്, അവർ എന്നോട് ഏതൊക്കെ ചെയ്യുന്നത്, ഓപ്ഷൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വൈ ആർ യു ആസ്കിംഗ് സച്ച് ക്വസ്റ്റ്യൻസ് ടു മീ? ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല, ഐ ഹാവ് സ്പെസിഫിക് മെന്റേഴ്സ്, ഐ നീഡ് ഓൺലി ദാറ്റ്. അവർ അന്നേരം വെച്ചിട്ട് പോയി. അത്രേ ഉള്ളൂ. നമുക്ക് മെന്റേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അന്നേരം പോകും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്പർ കൊടുക്കും, അതെല്ലാം അവർ വിൽക്കും. അതെ, അപ്പൊ അത് നമുക്ക് ഒരുപാട് ഒരുപാട് വരും. നമുക്ക് മെന്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം വെച്ചോളൂ അവര്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആവട്ടെ. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും, എല്ലാ പുതുവത്സരാശംസകളും, എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ. നിങ്ങൾക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രകാശപരത്ത ജീവിതം നയിക്കാൻ കഴിയട്ടെ. സർവ സമ്പൽ സമൃദ്ധിയും സർവ്വ മംഗളങ്ങളും സർവ്വ നന്മകളും നിങ്ങളുടെ 2025 ആയുഷ്കാലം മുഴുവൻ ജീവിതത്തിലുടനീളവും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ. ബൈ. സീ യു. താങ്ക് യു സാർ. സാറിന്റെ നാം പൊന്നാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു.